സ്വാഗതം. അവിടേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായില്ല. ബട്ട് എനിവേ ഗുഡ് ഈവനിങ്. നമ്മളിപ്പോ ഇവിടെ ഗുഡ് ഈവനിങ് ടു ഓൾ. നല്ലൊരു ചർച്ച നമുക്ക് നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ആകസ്മികമായിട്ടാണ്. വാസ്തവത്തിൽ ഇന്നൊരു ചർച്ച ചെയ്യാനുള്ള ഒരു മൂഡല്ല, വേറെ ഒന്നുകൊണ്ടല്ല. ഞാൻ ഇന്നലെ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഒരു 1:30 എഴുന്നേറ്റാണ്. അപ്പൊ നല്ല ക്ഷീണമുണ്ട്. എന്നാൽ പോലും നല്ല ചൂട് പിടിച്ച ചർച്ച നടക്കുമ്പോൾ നമ്മള് ഇങ്ങനെ നമ്മുടെ സമയം കളയണത് ശരിയല്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു വന്നത്. നല്ലൊരു ചൂടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചർച്ച അധികം വിശദീകരണം ഇല്ലാതെ കിടക്കാം. ഞാൻ ഒരു കാര്യം ഒന്നും കൂടെ ഓർപ്പിക്കട്ടെ. ജെയിംസ് വർഗീസ് അങ്കിള് കേരളത്തിലെ വേർപെട്ട വിശ്വാസികളുടെ ഇടയ്ക്ക് വളരെ പ്രമുഖനായ ഒരാളാണ്. പേഴ്സണലി എനിക്കും ഒരു സ്റ്റോറി ഉണ്ട്. കാരണം ഞാനൊരു കോളേജ് സ്റ്റുഡൻസ് ക്യാമ്പിൽ വെച്ചാണ് രക്ഷിക്കപ്പെട്ടത്. 96 എന്റെ ഓർമ്മ. YMCA ആലുവ YMCA ക്യാമ്പിൽ വെച്ചിട്ട്. അപ്പൊ അന്ന് ആ ക്യാമ്പിന് നേതൃത്വം കൊടുത്ത ജോൺ കുര്യൻ അങ്കിൾ, ജെയിംസ് വർഗീസ് അങ്കിൾ, ജോർജ് കോശി, ഇവരുടെയൊക്കെ അത്യാവശ്യം പരിചയങ്ങൾ പിൽക്കാലത്തൊക്കെ ഉണ്ടായെങ്കിലും ഈ ക്ലബ് ഹൗസിൽ വന്നതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ആക്സസ് ഉള്ള ഒരാളാണ് ജെയിംസ് വർഗീസ് അങ്കിൾ. കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വിരമിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതിനൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് തിയോളജിക്കൽ ഡിഫറൻസസ് ആണ്. ഐ ട്രീറ്റ് ഹിം ആസ് എ ബ്രദർ, വെരി ഡിയർ ബ്രദർ എന്ന് ഈ ബ്രദറൻകാരുടെ ഒരു അഹങ്കാരാണ് ഈ പ്രായമുള്ളവരെയും സഹോദരൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബട്ട് ഈസ് എ റെസ്പെക്റ്റഡ് എൽഡർ ടു. അപ്പൊ അതുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക് ഈ ധർമ്മദീപ്തി എന്ന് പറഞ്ഞ ക്ലബ്ബ് നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ ഈ സാധാരണ നമ്മൾ റെലവൻസിനാണ് ഇടാറ്. അപ്പൊ അത് വേറെ രീതിയിലുള്ള ചർച്ച ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിന്റെ അകത്ത് ഇട്ടത്. അസൗകര്യങ്ങൾക്ക് പ്രാവശ്യം കൊണ്ട് മാപ്പി ചോദിക്കുന്നു. പലർക്കും കാണാൻ പറ്റില്ലായിരിക്കാം, അത് ക്ഷമിക്കുക. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും അയച്ചു കൊടുക്കുക. ഇതിനകത്തൊരു നമ്പർ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഇത് അത്രയും പോപ്പുലർ ആയിട്ടൊരു ക്ലബ് അല്ല. അതുകൊണ്ട് തന്നെയാണ്. പിന്നീട് ഒരു ഫ്രീ ഫ്ലോ ടൈപ്പ് സംഭാഷണം ആയിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്യു ബ്രദറിന് എപ്പോഴും വേണമെങ്കിലും ഇടയ്ക്ക് കയറാം. പക്ഷെ എന്നാലും ഐ തിങ്ക് വി ബോത്ത് ആർ ഗ്രോൺ അപ്സ് ആൻഡ് അഡൽട്സ് ആൻഡ് വി റെസ്പെക്ട് സോർട്ട് ഓഫ് ഈച്ച് അതർ. അതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് വിൽ ബി സ്മൂത്ത് കോൺവെർസേഷൻ. നമ്മൾ ക്രിസ്റ്റോളജി എന്നുള്ള വിഷയം, അതിനകത്ത് മരിയോളജിയുടെ പോർഷനാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പൊ എന്റെ ആശയങ്ങള് ഞാൻ ഒരു 2-3 വാക്കില് പിന്നീട് പറയാം. ആദ്യം ജെയിംസ് അങ്കിൾ എന്താണ് പ്രപ്പോസ് ചെയ്യുന്നത് അദ്ദേഹം അത് ഒരു പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തിന് മൈക്ക് കഴിയും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സും പറഞ്ഞ ശേഷം എന്റെ ആർഗ്യുമെന്റ് പറഞ്ഞ് നമുക്ക് ചർച്ച മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കാം. ജെയിംസ് അങ്കിൾ റെഡി ആണെങ്കിൽ മൈക്ക് എടുത്തോളൂ. അല്ലെങ്കിൽ മാത്യു എന്തെങ്കിലും പറയണ്ടെങ്കിൽ മാത്യു പറഞ്ഞോളൂ. അതിനുശേഷം ഇല്ല, ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ 2 അഡൽട്സ് ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് തീർക്കുന്നതാണ് ഞാൻ നോക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഇടയ്ക്ക് കയറാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറുന്നുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു വാക്യം മാത്രം ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് കഴിഞ്ഞ് ഈ റൂം അങ്ങ് ക്ലോസ് ചെയ്താൽ നന്നായിരിക്കും. കാരണം എന്ന് വെച്ചാല് നമ്മളിൽ 2 പേരിൽ ഒരാൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ എല്ലാ കള്ളങ്ങളും ഒക്കെ പറയുന്ന ഒരു അവസ്ഥ വരും. ഇന്നലെ മറ്റു ഹൗസസിലാണെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡന്റ് ശ്രദ്ധിക്കാനിടയായി. അതായത് നാച്ചുറൽ ലോക്കെതിരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് പച്ച നുണ ചിലര് വേറൊരു റൂമില് പറയുന്നതായിട്ട് കേൾക്കാനിടയായി. ഈ ക്രിസ്ത്യാനിറ്റിയും നുണയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇസ്ലാമിലാണെങ്കിൽ പറ്റും, കാരണം അവിടെ തക്കിയായിക്കൊക്കെയുള്ള പ്രൊവിഷൻ ഉണ്ട്, വഞ്ചിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ അതില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള പച്ച നുണകളൊക്കെ പറയുന്നത്? ഇന്നത്തെ റീപ്ലേയിലും അത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ നുണ പറയുന്നത് വലിയൊരു ഉപാസനയാണ്. അവർ ദൈവത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്, പക്ഷെ പറയുന്നത് നുണയാണ് എന്ന് പറയുന്നത് വളരെ കഷ്ടകരമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അപേക്ഷയുണ്ട്. നമുക്ക് ഈ ഒരു അപ്പോസ്തല പ്രവൃത്തി 2:30 വാക്യം, ഇന്നലെ അജി ബ്രദർ ഒരു പ്രൂഫ് ടെസ്റ്റ് ആയിട്ട് ഉദ്ധരിച്ച ഒരു വാക്യമാണ്. അപ്പം ആ വാക്യത്തെ മാത്രം ബന്ധപ്പെടുത്തി നമുക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ അപ്പോസ്തല പ്രവൃത്തി 2:30 അജി ബ്രദറിന്റെ വ്യൂ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വ്യൂ പറയാം. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ അജിയോടുള്ള എനിക്ക് വളരെ വാമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോണിലൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇതുപോലെ
റൂംസിൽ വെച്ച് കാണാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ഇൽവിലും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ ഒരാളാണ്. വളരെ അടുപ്പം തോന്നുന്ന ഒരു സഹോദരനാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് കൊള്ളരുതാത്തൊരു വാക്ക് വരാനേ പോകുന്നില്ല. അജി അങ്ങനെ പറയലെന്ന് എനിക്കറിയാം. അപ്പം ഒരു ഈ ഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. സത്യത്തിൽ അതൊരു ചെറിയൊരു സ്കോപ്പാണ്. ഇപ്പൊ ഈ ഒരു വാക്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഓക്കെയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് യേശു ക്രിസ്തു മറിയമിൽ നിന്ന് ശരീരിയായി തീർന്നു എന്നുള്ള വാദത്തിന് ഉള്ള പല തെളിവുകളിൽ ഒന്നാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 2:30. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ബിഗ് ബാങ് പറയുന്ന ആൾക്കാര്, ഞാൻ ബിഗ് ബാങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള അല്ല വാദം. ബിഗ് ബാങ് പറയുമ്പോൾ അവര് പറയുന്ന പല തെളിവുകളും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഓരോ തെളിവുകളുടെ ഓരോ മെറിറ്റ് എടുത്ത് അത് ചർച്ച ചെയ്യുക എന്നുള്ളത് ആണ് അതിന്റെ വാസ്തവത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരൊറ്റ വാദത്തിൽ തീരരുതെന്ന് മാത്രമാണ് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രഥമമായിട്ട് പറയാനുള്ളത്. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണം അത് വളരുന്നു എന്നുള്ളത്. ഈ വളരുന്നു എന്നുള്ള ക്ലെയിം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ വളരുന്നു എന്നുള്ളത് മാത്രമല്ല ഈ ജീവനുണ്ടെന്നുള്ളതിന്റെ ക്ലെയിം. ഇപ്പൊ വളരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് തോന്നും. പക്ഷെ അപ്പൊ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും നമ്മൾ എടുക്കണം. അങ്ങനെ ഒരു പ്രശ്നം അത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ചർച്ച തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നിൽക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ ഉണ്ട്. ഞാന് ദാവീദിന്റെ കടിപ്രദേശത്ത് നിന്ന് വന്നു എന്ന് പറയുന്നതിന് അതിന്റെ നോർമേറ്റീവ് അർത്ഥമാണ് എടുക്കുന്നത്. നമുക്കത് ഒരു കാര്യം ചെയ്യുക. അതിന്റെ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:30. I was thinking that ഞാൻ അതല്ല വിചാരിച്ചത്. നമ്മളൊരു ഫുൾ ചർച്ചയാണ് പ്രതീക്ഷിച്ചു വന്നത്. അതിപ്പോ കേവലം ഒരു ഒറ്റ വാക്യത്തിലോട്ട് നമ്മൾ അതിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്പം ബോറിംഗ് ആയിരിക്കാം. എന്നാലും ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കാം. അതിനുശേഷം 2:30 മലയാളത്തിൽ വായിക്കാം. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട്. ഞാൻ അതിനെ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു വാസ്തവത്തിൽ ദാവീദിന്റെ പുത്രനാണ് എന്നുള്ളതാണ്. ജഡപ്രകാരം അവന്റെ ഇപ്പൊ ഞാൻ എന്റെ അപ്പനിൽ നിന്ന് ജനിച്ചു എന്ന് എങ്ങനെ പറയുന്നു, അതുപോലെ തന്നെയുള്ള ഒരു സന്തതി വിത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അതിനെടുക്കുന്നത്. നോർമേറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ചകളാണ് അങ്കിൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്കിളുടെ ആർഗ്യുമെന്റ് പറയൂ, ഞാൻ കേൾക്കാം. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷന് പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്ന രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിലുണ്ട്. ആദ്യം ഞാനതൊന്ന് ഇംഗ്ലീഷിലൂടെ വായിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഈ ഭാഗം മതിയെന്ന് പറഞ്ഞത് നമുക്ക് പിന്നീട് എപ്പം വേണേ നമ്മൾ തമ്മിൽ അങ്ങനെ വേറെ ഇന്ത്യ പാകിസ്ഥാൻ പോലെ അല്ലല്ലോ, നമുക്ക് എപ്പം വേണേൽ സംസാരിക്കാമല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയാൽ ഒരു കാര്യം സെറ്റിൽ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു ടെൻഡൻസി ക്ലബ് ഹൗസിൽ പലപ്പോഴും ഉണ്ട്. അപ്പൊ അത് ആരുടെയും കുഴപ്പമല്ല. ഇങ്ങനെ ചർച്ച ചെയ്തു പോകുമ്പോൾ അങ്ങ് കാട് കയറി പോകുന്നതാണ്. അപ്പം ചിലതിന് ആൻസർ ചെയ്യും, ചിലതിന് ആൻസർ ചെയ്യത്തില്ല. അപ്പൊ ഒരു വാക്യമാണെങ്കിൽ പിന്നെ നമുക്ക് അതങ്ങ് ത്രാഷ് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വായിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഞാനത് ഇംഗ്ലീഷില് യങ്ങിന്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. അത് ഗ്രീക്കിലെ അതുപോലെ ഫോളോ ചെയ്യുന്നതാണ്. അതായത് വേർഡ് ഓർഡർ പോലും അതുപോലെ ഫോളോ ചെയ്യുന്നത് യങ്ങിന്റെ ട്രാൻസ്ലേഷൻ. എ പ്രോഫറ്റ് therefore being and knowing that with an oath God did swear to him out of the fruit of his loins according to the flesh to raise up the Christ to sit upon his throne. അപ്പൊ അതിനകത്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു പ്രയോഗം, ഔട്ട് ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ഹിസ് ലോയിൻസ്.
നോട്ട് ഔട്ട് ഓഫ് ഹിസ് ലോയിൻസ് എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പം എബ്രായ ലേഖനം 7-ാം അധ്യായത്തില് ലേവിയെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ എബ്രഹാമിന്റെ ലോയിൻസിൽ ഉണ്ടായിരുന്നു. ഇവിടെ ദാവീദിന്റെ ലോയിൻസിലുള്ളവനാണെന്നുള്ള അർത്ഥത്തിലല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ലോയിൻസിന്റെ ഫലത്തിൽ നിന്നുള്ളവനാണ്. ഞാനത് എബ്രായ ലേഖനം 7-ന്റെ 9-ാം വാക്യം വായിക്കാം. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കിസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നുവല്ലോ. അപ്പൊ ഇവിടുത്തെ വാക്കിന്റെ വ്യത്യാസം, കർത്താവ് ദാവീദിന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നെന്നല്ല, കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ വേഷമെടുത്തത് ദാവീദിന്റെ ഫലത്തിന്റെ കടിപ്രദേശത്ത് നിന്ന്. ഫലം എന്നൊരു ആശയം കൂടി ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് കാണണമല്ലോ. ഒറിജിനലില് കാർപ്പോസ്, ഫ്രൂട്ട് എന്നുള്ളതിന് വെച്ചേക്കുന്ന കാർപ്പോസ് എന്നുള്ള പദമാണ്. അപ്പം ദാവീദിന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ശരിക്കും ഡയറക്റ്റ് ഡിസെൻഡൻസ് ആണെങ്കിൽ അങ്ങനെയാ പറയേണ്ടത്, ലേവി അബ്രഹാമിന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ദാവീദിന്റെ ഫലത്തിന്റെ കടിപ്രദേശത്തു നിന്ന് വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു വ്യത്യാസം. ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ ടു റേസ് അപ്പ് ദ ക്രൈസ്റ്റ് എന്ന് ഉപയോഗിച്ചേക്കുന്ന പദമാണ്, ടു റേസ് അപ്പ് ദ ക്രൈസ്റ്റ്. അപ്പം റേസ് അപ്പ് എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് അനീസ്റ്റെമി എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി വുഡ് റേസ് അപ്പ് ക്രൈസ്റ്റ് ടു സിറ്റ് ഓൺ ഹിസ് ത്രോൺ. അനീസ്റ്റെമി എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അനീസ്റ്റെമി 113 പ്രാവശ്യം ബൈബിളിൽ വന്നിട്ടുണ്ട്. അനീസ്റ്റെമി എന്നുള്ള പദം 113 പ്രാവശ്യം ബൈബിളിൽ വന്നിട്ടുണ്ട്. അതില് 72 പ്രാവശ്യം ടു റൈസ് അപ്പ്, വരിക നാം പോകാം, റേസ് ആൻഡ് ലെറ്റസ് ഗോ, അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് അനേക പ്രശസ്തമായ ഭാഗങ്ങളുണ്ട്. ഒരു കസേരയിലോ തറയിലോ ഇരിക്കുന്ന ഒരാള് എഴുന്നേറ്റ് പോകുക. അപ്പൊ അവർക്ക് ആ കസേരയുമായിട്ടൊന്നും ഒരു ഓർഗാനിക് റിലേഷൻഷിപ്പും ഇല്ല, ജസ്റ്റ് എഴുന്നേറ്റ് പോവുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാതെ ആ കസേരയിൽ നിന്ന് അത് ഉടലെടുത്തതാണെന്നുള്ള അർത്ഥമില്ല. ഫ്രൂട്ടിൽ നിന്ന് റേസപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ടുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ആ പദത്തിന് 72 തവണ റേസപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെ റേസപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും ഒരു 41 തവണ റിസറക്ഷനിന്റെ കോണ്ടസ്റ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മരിച്ച ഒരാൾക്ക് ജീവൻ കിട്ടി ഉയർത്തെഴുന്നേറ്റ് പോവുക. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ കല്ലറയുടെ ഭാഗം ഒന്നും യേശുക്രിസ്തുവില് ഇല്ല. യേശുക്രിസ്തു ആയിരുന്നതുപോലെ യേശുക്രിസ്തു തന്റെ ശരീരം റീഗെയിൻ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അപ്പം ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവില് യേശുക്രിസ്തുവിന്റെ അംശം മാത്രമേ ഉള്ളൂ, വേറെ അംശങ്ങളൊന്നുമില്ല. അതുപോലെ പലരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ലാസർ ഉൾപ്പെടെയുള്ളവരെ, അവരെ എല്ലാം ഇതുപോലെ അനീസ്റ്റമി ചെയ്യുകയായിരുന്നു, അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അവരിൽ ഒന്നിലും അല്പം പോലും തീർച്ചയായിട്ടും അവര് ഉയർന്നു വന്ന ആ മാധ്യമത്തിന്റെ അംശങ്ങൾ അല്പം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ അനീസ്റ്റമി എന്നുള്ള പദത്തിന് ബോൺ എന്നുള്ള പദത്തിന്റെ അർത്ഥം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇനിയും വളരെ രസകരമായ വേറൊരു ഭാഗം കൂടെ ഉണ്ട്. ദേവരധർമ്മം വഴി ഒരുത്തന് കുഞ്ഞുണ്ടാകുന്നതിനെ ഇത് പറയുന്നുണ്ട്. ദേവരധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലെവിറേറ്റ് എന്ന് പറയുന്ന ഒരു നിയമം പഴയ നിയമത്തിലുണ്ടായിരുന്നു. പല സഹോദരന്മാരുണ്ട്, അതിലൊരു സഹോദരൻ മരിച്ചുപോയി. അപ്പൊ അവന് പകരമായിട്ട് അവന്റെ സഹോദരൻ അവന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ നമ്മള് വിചാരിക്കാം, മത്തായിയും ചാക്കോയും സഹോദരന്മാരാ, മത്തായി മരിച്ചുപോയി, അപ്പം മത്തായിയുടെ ഭാര്യയെ ചാക്കോ സ്വീകരിച്ചിട്ട് മത്തായിക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുക. അതിനും ഈ അനീസ്റ്റമി എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ പരിശോധിച്ചാൽ മത്തായിയും അതുപോലെ ചാക്കോയും തമ്മിൽ, മത്തായിയും ചാക്കോയുടെ കുഞ്ഞും തമ്മിൽ ഒരു ജനറ്റിക് റിലേഷൻഷിപ്പും ഇല്ല. കുഞ്ഞിന് ചാക്കോയുടെ ജനറ്റിക് റിലേഷൻഷിപ്പേ ഉള്ളൂ.
പക്ഷേ വചനത്തിൽ ഉദ്ദേശിക്കുന്നത് അതൊരു കേസ് ഓഫ് അനീസ്റ്റമിയാണ്, അത് ഒരു പിന്തുടർച്ചയാണ് എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പദത്തിന് ബോൺ എന്നുള്ള അർത്ഥമേ ഇല്ല. മാത്രമല്ല ഈ 113 ഭാഗത്തും ഒരിടത്തും ബോണം എന്നുള്ള അർത്ഥം വരുന്നില്ല. 113 ഭാഗമുണ്ട്. എറൈസ് എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ റിസറക്റ്റ്, ഒരു മരിച്ച ആളിന് ജീവൻ കൊടുക്കുക, അനേകരെ ഉയർപ്പിച്ച കഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പത്രോസ് ഉയർപ്പിച്ച തബീത ഖൂമി, അവിടെയൊക്കെ ഈ പദം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങും ചുറ്റുപാടിൽ നിന്നോ ഉയർത്തെഴുന്നേറ്റ പ്രതലത്തിൽ നിന്നോ മാധ്യമത്തിൽ നിന്നോ ഒരു വസ്തുവും എടുത്തതായിട്ട് ഒരു തെളിവുമില്ല. മാത്രമല്ല അനീസ്റ്റമി ദേവരധർമ്മത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 22:14 അവര് സദൂക്യർ വന്ന് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരാൾ ആദ്യം കല്യാണം കഴിച്ചു, ആള് മരിച്ചു. രണ്ടാമത്തെ ആള് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. മൂന്നാമത്തെ ആള് കല്യാണം കഴിച്ചു. ഇങ്ങനൊക്കെ പറയുന്ന ആ ഭാഗത്ത് കുഞ്ഞിനെ ദേവരധർമ്മം വഴി മരിച്ച ഒരാൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്ന ആ പ്രക്രിയയ്ക്കും അനീസ്റ്റമി എന്നാണ് പറയുന്നത്. ഇനിയും ബോണം എന്നുള്ള അർത്ഥത്തില് ഈ 113 ഭാഗങ്ങളിലും ഈ പദം ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല ബോണം എന്നുള്ളതിന് ടിക്റ്റോ എന്ന് പറയുന്ന ഒരു പദം ബൈബിളില് 18 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് താനും. വേറെ പദം ഗ്രീക്കിലുണ്ട്, ടിക്റ്റോ എന്നുള്ള പദമാണ്. അത് ബൈബിളിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദാവീദിന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ദാവീദിന്റെ കടിപ്രദേശത്ത് നിന്നാണ് ഉണ്ടായത് എന്ന ആ വാക്യത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത് ശരിയല്ല. രണ്ടാമതായിട്ട് ദാവീദിന്റെ ഫലത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് അവിടെ പറയുന്നുണ്ട്. ദാവീദിന്റെ ഫലത്തിൽ നിന്ന് എഴുന്നേറ്റു വന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ജഡം ധരിച്ച കർത്താവ് ദാവീദിന്റെ ശരീരത്തിൽ നിന്ന് മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ ത്രിയേകത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിത്വം അല്ലെങ്കിൽ വചനം യേശുക്രിസ്തുവിൽ ജഡമായി ഒരു മനുഷ്യനായിട്ട് പുറത്തു വന്നു എന്നുള്ള അർത്ഥമേ ഈ അപ്പോസ്തല പ്രവൃത്തി 2:30 അതിന് ദാവീദിന്റെ ഫിസിക്കൽ സക്സഷൻ വേണം, അല്ലെങ്കിൽ ബയോളജിക്കൽ സക്സഷൻ ഉണ്ടായിരിക്കണം. ദാവീദിന്റെ ഒരു അനേക തലമുറ കഴിഞ്ഞുകൊണ്ട് ഉണ്ടായ ഒരു മകളിൽ നിന്ന് ആ സക്സഷൻ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നത് തിരുവചനത്തിന് നിരക്കുന്നതല്ല. മാത്രമല്ല ഒരു സ്ത്രീ വഴിയുള്ള സക്സഷൻ ബൈബിള് പഠിപ്പിക്കുന്നില്ല. പുരുഷന്മാര് വഴി മാത്രമാണ് സക്സഷൻ പഠിപ്പിക്കുന്നത്. സ്ത്രീകൾ വഴി സക്സഷൻ പറയുകയാണെങ്കിൽ കനാന്യ സ്ത്രീയും മോവാബ്യ സ്ത്രീയും ഒക്കെ യേശുക്രിസ്തുവിന്റെ തലമുറയിൽ വരുന്നുണ്ട്. അപ്പൊ അവരുടെ പിതാക്കന്മാരുടെ സീഡാണ് യേശുക്രിസ്തു എന്ന് കൂടെ പറയേണ്ടി വരും. യേശുക്രിസ്തു ദാവീദിന്റെ സീഡാണ്, കനാന്റെ സീഡാണ്. കനാൻ നമുക്കറിയാം ഷേമിൽ നിന്ന് പോലും അല്ല, ഹാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആളാണ്. അപ്പം ഹാമിന്റെ സീഡാണ് യേശുക്രിസ്തു എന്ന് പറയേണ്ടതായിട്ട് വരും. മോവാബ്യരുടെ സീഡാണെന്ന് പറയേണ്ടി വരും. അതുപോലെ താമാറിന്റെ പിതാവിന്റെ സീഡാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് മറിയയിലെ വചനം ജഡമായി തീർന്നു. ആ വചനം മറിയയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് ഒരു പൂർണ്ണ ശിശുവായിട്ട് ജനിച്ചു. അത് കാലം തികഞ്ഞപ്പോൾ പ്രസവിച്ചു എന്നുള്ള പ്രയോഗത്തിൽ നിന്നൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ വചനം ജഡമായതിന്റെ കൂടെ ഈ ഭൂമിയിൽ നിന്നുള്ള കമ്പോണൻസും അസിമിലേറ്റ് ചെയ്ത് ഒരു രണ്ടാമത്തെ ആദം ആയിട്ടാണ് യേശുക്രിസ്തു യേശുക്രിസ്തു രൂപമെടുത്തത്. ഈ യേശുക്രിസ്തുവിന് ഒന്നാമത്തെ ആദാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ ആദാമെന്ന് തന്നെ വിളിക്കുന്നത്. അപ്പം യേശുക്രിസ്തു രണ്ടാമത്തെ ആദാമാണ്. അത് യേശുക്രിസ്തു ശരീരം ധരിച്ചത് ഇപ്രകാരമാണ്. വചനം യേശുക്രിസ്തു ആയിട്ട് മാറി. ആ വചനം ഒരു ഭ്രൂണമായിരിക്കുമ്പോൾ മേരിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് മേരിക്ക് ലഭിച്ച ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്തു. മേരിക്ക് ലഭിച്ച ഒന്നും അവളുടേതല്ല, ഭൂമിയിൽ നിന്ന് ലഭിച്ചതാണ്. മാത്രമല്ല മേരിയും യേശു കുഞ്ഞുമായിട്ട് ഇന്നത്തെ സാധാരണ കുഞ്ഞുങ്ങൾ പോലെ ഒരു ഓർഗാനിക് കണക്ഷൻസും ഉണ്ടാകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഇല്ല. അതായത് അമ്മയിൽ നിന്ന് കെമിസ്ട്രിയുടെ തത്വങ്ങൾ അനുസരിച്ച് ഡിഫ്യൂഷനും ഓസ്മോസിസും അനുസരിച്ചാണ് ഓക്സിജനും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കടന്നു പോകുന്നതെന്നാണ് ശാസ്ത്രവും പറയുന്നത്. അത് സത്യവുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാക്യം ഇന്നലത്തെ നമ്മുടെ ഡിസ്കഷനിൽ അജിത് സോഹറിന് ഇന്റർപ്രറ്റ് ചെയ്തതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കാര്യം ഒന്ന് ബോധിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വാക്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത്. താങ്ക് യു.
കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രായത്തിലും പക്വതയിലും നമ്മളെക്കാളും കഴിവുള്ള ആൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത്രയും വലിയൊരു സംഭാഷണം കുറച്ചും കൂടെ ചുരുക്കിയാൽ അത് എനിക്ക് കുറച്ചുകൂടെ എന്റെ അറ്റൻഷന് നല്ലതായിരിക്കുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. അത് അടുത്ത സെഷനുകളിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനതൊരു ചോദ്യ ഉത്തരം നമുക്ക് അങ്ങനെ രീതിയിൽ പോകാന്നുള്ളതാണ് എന്റെ ഒരു രീതി. അങ്കിൾ ഒരു ടീച്ചറാണ്, ഞാനല്ല. ഞാനൊരു ഐ എ കമ്മ്യൂണിക്കേറ്റർ എന്നാണ് ഞാൻ. ഐ ജസ്റ്റ് കൺസിഡർ മൈസെൽഫ്, ഐ എം നോട്ട് എ ടീച്ചർ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഈ ഫ്രൂട്ട് ഓഫ് ദ ലോയിൻസ് എന്നാണ് പറഞ്ഞത്. ഫ്രൂട്ട് ഓഫ് ദ ലോയിൻസ് എന്ന് പറയുന്നത് അങ്കിളുടെ അഭിപ്രായത്തിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് മറിയാണ് അല്ലെ? അല്ല, അങ്ങനെയല്ലേ എന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ? ഞാൻ ഇത്രയും ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അത് ഞാൻ വിചാരിക്കുന്നത് ജോസഫിന്റെ കേസ് തന്നെ ആയിരിക്കണം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മത്തായിയുടെ സുവിശേഷത്തിൽ ജോസഫിന്റെ ജീനിയോളജി തന്നിട്ടുണ്ട്. ജീനിയോളജി എല്ലായ്പ്പോഴും കണക്കാക്കുന്നത് പിതാക്കന്മാർ വഴിയാണ്. ബൈബിളിൽ അങ്ങനെ ഒരു രീതിയില്ല. നമ്മൾ പഴയ നിയമം മുഴുവനും നോക്കിയാലും ജീനിയോളജി അപ്പന്മാർ വഴിയാണ്, സക്സഷൻ അപ്പന്മാർ വഴിയാണ്. അമ്മമാര് വഴി സക്സഷൻ വന്നാൽ കനാനിന്റെ സീഡാണ് യേശുക്രിസ്തു എന്ന് പറയേണ്ടിയും വരും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ജോസഫ് ആണ് അല്ലേ? ജോസഫും മറിയയും ഫ്രൂട്ടാണ്. പക്ഷേ ഇവിടുത്തെ വ്യംഗ്യം എന്ന് പറയുന്നത്, കാരണം ഒരു യഹൂദന്റെ തലമുറ കണക്കാക്കുമ്പോൾ എപ്പോഴും പുരുഷന്റെ തലമുറയാണ് കണക്കാക്കുന്നത്. മാത്രമല്ല യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ സ്ത്രീയുടെ തലമുറ കണക്കാക്കി ഒന്നും പറയാനേ പറ്റില്ല. കാരണം കനാന്യയായിട്ടുള്ള രാഹാബും അതുപോലെ മോവാബ്യ സ്ത്രീയായ രൂത്തും താമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തുകാരിയാണെന്ന് അറിയാൻ മേലാത്ത ഒരു സ്ത്രീയും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. മറിയയുടെ പേരിൽ തലമുറ കണക്കാക്കുമെങ്കിൽ അവരുടെ പേരിലും തലമുറ കണക്കാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഫ്രൂട്ട് എന്ന് പറയുന്നതിൽ രണ്ടും ഉൾപ്പെടാൻ തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ തലമുറ കണക്കാക്കുമ്പോൾ ജോസഫിന്റെ മകനായിട്ട് പിറന്നു എന്നുള്ള കാര്യം നമ്മൾ പരിഗണിച്ചാൽ മതി. മറിയയും അങ്ങനെയാണ് പരിഗണിച്ചിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2:48 മറിയ തന്നെ യേശു കർത്താവിനോട് പറയുന്നുണ്ട്, നിന്റെ അപ്പനും ഞാനും വിഷമിച്ചു എന്ന്. ഈ രഹസ്യം മുഴുവൻ അറിയാവുന്ന സ്ത്രീ മറിയയായിരുന്നു. പക്ഷെ മറിയ പറയുകയാണ്, മറിയയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു ജോസഫിന് ഒരു കോൺട്രിബ്യൂഷനും ഇല്ലെന്ന്. പക്ഷെ മറിയ ജോസഫിനോട് പറയുകയാണ്, യേശുക്രിസ്തുവിനോട് പറയുകയാണ്, ജോസഫ് നിന്റെ പിതാവാണെന്ന്. അപ്പം ആ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്കാണ് യേശുക്രിസ്തുവിന്റെ സക്സഷൻ കണക്കാക്കുന്നത്. താങ്ക് യു. ഒരു പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുരുഷന്റെ മകൻ സന്തതി എന്നുള്ളൊരു വാക്ക് ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. അത് ഇപ്പൊ ഈ ഒരു വാക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുറ യോസഫിന്റെ ആണ്. അത് ശരിയാണ്. നമുക്കറിയാമല്ലോ, മത്തായി ഒരു രാജാവ് എന്നുള്ള നിലയിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അത് കറക്റ്റാണ്. ഇനിയിപ്പോ നമ്മൾ കാണുന്നത്, അങ്കിൾ പറഞ്ഞത് ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് യോസഫ് ആണെങ്കിൽ, ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന, അപ്പൊ നമുക്കറിയാവുന്നല്ലോ, കന്യക ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പിന്നെ അടുത്ത പ്രവചനം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വാക്കിൽ തന്നെ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന ആ വിശേഷണം. അപ്പൊ ഫ്രൂട്ട് യോസഫും കൂടി ആണെങ്കിൽ ഈ സ്ത്രീയുടെ സന്തതി കന്യക ഗർഭിണിയായിട്ടൊരു മകനെ പ്രസവിക്കും എന്ന് പറയുന്ന വാക്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട്. ഒരു കാര്യം കൂടെ, ഞാൻ അധികം സമയം എടുക്കില്ല. യേശുക്രിസ്തു ആ ഫ്രൂട്ടിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. ആ വാക്കെന്താ വായിക്കണം? ഞാൻ അതിന്റെ ഇന്റർലീനിയർ വായിക്കുന്ന ഇങ്ങനെയാണ്, ഔട്ട് ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ ലോയിൻസ്. അതാണ് നമ്മുടെ ക്ലെയിം, ഔട്ട് ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ ലോയിൻസ്. ആ ഫ്രൂട്ട് എന്നുള്ളതിന്റെ വാക്ക് കാർപ്പോ എന്നുള്ളതാണ് ഞാനിവിടെ വായിച്ചത്. അപ്പൊ വാസ്തവത്തില് ആ ഫ്രൂട്ടിന്റെ ആണ് ഈ ക്രിസ്തു. ആ ഫ്രൂട്ടിൽ നിന്ന് ഉത്ഭവിച്ചു എന്നൊരു വാക്ക് പറയുന്നതോടുകൂടി നമുക്ക് ഈ മനുഷ്യ കുലവുമായിട്ട് യേശുക്രിസ്തുവിന് ബന്ധമുണ്ട്. അങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വചനം യേശുക്രിസ്തുവായിട്ട് മാറി. ഞാൻ താങ്കളെ കോട്ട് ചെയ്യണം, ഞാനായിട്ട് ഉണ്ടെന്നല്ല, നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ പറയാണ്, വചനം യേശുക്രിസ്തുവായിട്ട് മാറി. ഈ വചനം യേശുക്രിസ്തുവായിട്ട് മാറി എന്ന് പറയുമ്പോൾ വേറൊരു തിയോളജിക്കൽ ക്രൈസിസ് അവിടെ വരുവാണ്. വചനം ജഡമെടുത്തു എന്ന് പറയും പോലെ ഉള്ള ഒരു പ്രശ്നം. വചനം, ഈ ദൈവത്തിന് മാറ്റമുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച അതേ ചോദ്യമാണ്. ഈ ദൈവത്തിന് അപ്പോ ഇങ്ങനെ ഒരു രൂപാന്തരം വരുമെന്നാണോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്?
രണ്ടാമത് പറഞ്ഞ കാര്യം, ഇന്നുള്ള മനുഷ്യരുമായിട്ട് യേശു ക്രിസ്തുവിന് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, സംഭാഷണ മധ്യ പറഞ്ഞാണ്. കാരണം ഈ വിഷയത്തിന് തർക്കം എനിക്കാണ്. എനിക്ക് ഈ വിഷയം നോർമേറ്റീവ് ആയിട്ടാണ് ഞാൻ വായിക്കുന്നത്. എനിക്ക് എന്റെ വിഷയാവതരണം ഇവിടെ എന്താന്ന് ചോദിച്ചാൽ, എന്റെ വിഷയാവതരണം വേറൊന്നുമല്ല, ഈ വാക്യമാണ്. മനസ്സിലായോ? എന്റെ വിഷയാവതരണം ഈ വാക്യമാണ്. അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഈ വാക്യമാണ്. വാക്യം ഞാൻ ഒന്നുകൂടെ, എന്റെ വിഷയാവതരണം ഇത്രേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 2:30 എൻ്റെ അടുത്ത് താഴെ ചോദിക്കുന്നതുകൊണ്ടാണ്. എന്താണ് എനിക്ക് ഈ വാക്യത്തെ പറ്റിയുള്ള വ്യാഖ്യാനം? അപ്പോസ്തലപ്രവൃത്തി 2:30 2:30 എന്റെ വ്യാഖ്യാനം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്നോട് സത്യം ചെയ്തു ഉറപ്പിച്ചു. അതായത് അവന്റെ ലോയിൻസിൽ നിന്ന് തന്നെ, ദാവീദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഫലം എന്ന് പറയുന്നത് ഞാൻ അവിടെ കാണുന്നത് മറിയം എന്ന് തന്നെയാണ്. അവളിൽ നിന്ന് ഒരുത്തനെ തന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്തു എന്നുള്ളതാണ്. എന്റെ ചോദ്യം ഇവിടെ നിൽക്കുവാണ് ഒന്നും കൂടെ. എന്താണ് ഈ ഫലത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ? ഈ ഫലവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പുറപ്പെട്ടു എന്നാണോ? ഈ ഒരു പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്ന പോലെ ഒരു രീതിയിലും ബന്ധമില്ലാതെ പുറപ്പെട്ടു എന്നാണോ ഈ ഫലത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞ അർത്ഥം? ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞത് നമ്മളെ എവിടെ കൊണ്ടുവന്ന് മുട്ടിക്കും? നിങ്ങൾ മൈക്കെടുത്തോളൂ. സാറ് ഒരു ചെറുതാക്കണമെന്ന് പറഞ്ഞിട്ട് സാറിന്റെയും വിശദീകരണം നീണ്ടുപോയി. അത് നാച്ചുറലാണ്, ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ അങ്ങനെ വരും. ഓക്കെ, ഇവിടുത്തെ ഞാൻ റേസ് ചെയ്ത പ്രശ്നം എബ്രായ ലേഖനം 7:9-10 ആയിട്ട് താരതമ്യപ്പെടുത്തുന്നിടത്ത് അബ്രഹാമിന്റെ ലോയിൻസിൽ ലേവി ഉണ്ടായിരുന്നു. ഈ വാക്യത്തിൽ ദാവീദിന്റെ ലോയിൻസിൽ ലേവി ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. ദാവീദിൽ നിന്നുണ്ടായ ഫലങ്ങളിൽ നിന്ന്, ലോയിൻസിൽ നിന്നുണ്ടായ ഫലങ്ങളിൽ നിന്ന് യേശുക്രിസ്തു വന്നെന്നേ അവിടെ പറയുന്നുള്ളൂ. അത് തമ്മിൽ തിയോളജിക്കലി വ്യത്യാസമുണ്ട്. അല്ലെ പിന്നെ പരിശുദ്ധാത്മ അങ്ങനെ പറയണ്ടല്ലോ. എബ്രായ ലേഖനം 7:9-10 അബ്രഹാമിന്റെ ലോയിൻസിൽ തന്നെ ലേവി ഉണ്ടായിരുന്നു എന്ന് തന്നെയാ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്തു നിന്ന് ദാവീദിന്റെ ലോയിൻസിൽ നിന്നാണ് യേശുക്രിസ്തു വന്നത് എന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫലത്തിൽ നിന്നാണ്. ആ ഫലത്തിൽ നിന്ന് വന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ രണ്ടാമത് പറഞ്ഞ പദമാണ് ഇതിനെ ക്വാളിഫൈ ചെയ്യുന്നത്. ഒരാള് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ, ആ പ്രതലത്തിൽ നിന്നൊന്നും സ്വീകരിക്കാത്തത് പോലെ, അല്ലെങ്കിൽ മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ സെബൾക്കറിൽ നിന്ന്, കല്ലറയിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെ എഴുന്നേറ്റ് വരുന്നത് പോലെ, അല്ലെങ്കിൽ ദേവരധർമ്മത്തിൽ എ ബിക്ക് കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എയുടെ കുഞ്ഞ് ബിയുടെ കുഞ്ഞ് ആയിട്ട് കരുതപ്പെടുന്നത് പോലെ, അല്ലെ ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണത്തില് മത്തായി മരിച്ചു, മത്തായിയുടെ ഭാര്യയെ ചാക്കോ, അനിയനായിട്ടുള്ള ചാക്കോ വിവാഹം ചെയ്ത് മത്തായിക്ക് സന്തതിയെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും ലോയിൻസോ ജനറ്റിക്കോ ഒന്നുമില്ല, അതിനുപയോഗിച്ചിരിക്കുന്ന പദം അതാ. അപ്പം ഈ വാക്യം പരിശോധിച്ചാൽ ദാവീദിന്റെ തലമുറകളിൽപ്പെട്ട ആരിൽ നിന്നോ ദൈവം എഴുന്നേൽപ്പിക്കുകയായിരുന്നു യേശുക്രിസ്തുവിനെ ചെയ്തത്, അല്ലാതെ ജനിപ്പിക്കുകയായിരുന്നില്ല. ജനിപ്പിക്കുക എന്നുള്ളതിന് ധാരാളം വാക്യങ്ങൾ, ഞാൻ 18 വാക്യങ്ങൾ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. മത്തായി 1:21, 23, 25, 2:2, ലൂക്കോസ് 1:31. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ആ പറഞ്ഞത് വചനവിരുദ്ധമാണ് എന്ന് പറയുന്നതിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ സുവിശേഷം തന്നെ അതാണ്. ഐ എം സോറി ടു കറക്റ്റ് യു. നമ്മുടെ സുവിശേഷം, നമുക്ക് എന്താണ് സുവിശേഷം പറയുന്നത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, അല്ല ഞാൻ പറയട്ടെ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. ഇതല്ലാതൊരു സുവിശേഷമല്ല. ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ സുവിശേഷം വാസ്തവത്തിൽ വേറൊരു സുവിശേഷമാണ്. ദാറ്റ് മേ ബി വെരി ക്ലിയർ. യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയാണ്. നമുക്കറിയാലോ, മത്തായി സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ ദാവീദിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കണോ അജി?
അല്ല ഞാനത് അത് ലൈക്ക് മാത്യു എന്നാ പറയുന്നു? സീരിയസ് തിങ്, അതുകൊണ്ടാണ് എനിക്ക് അത് വേണ്ട. അത് ധർമ്മ അത് ഇടയ്ക്ക് കയറാതെ ജെയിംസുകൾ അത് പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇടയ്ക്ക് കയറാതെ എന്തായാലും നിങ്ങൾ ഫ്രീ ഫ്ലോയിൽ നടത്തെ. അല്ല നമുക്ക് ഫ്രീ ഫ്ലോ ആവുമ്പോ കുറച്ചുകൂടെ അത് മാത്രമല്ല കാരണം ആംഗിളേഷൻ വചനവിരുദ്ധമാണ് അല്ല അത് വചനവിരുദ്ധമാണോ എന്നൊക്കെയുള്ള അല്ലയോ എന്ന് കമന്റ്സ് ആദ്യമേ വേണം. വിധിച്ചു ഓക്കെ കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാക്കത്തില്ല. ജെയിംസുകൾ പോയിന്റ് വെക്കട്ടെ, അത് കഴിഞ്ഞ് ധർമ്മൻ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഞാൻ മത്തായിയുടെ സുവിശേഷം 1:1 വരാം. ബിബ്ലോസ്, ജെനസിസ്, ഈസോസ്, ക്രിസ്റ്റോസ്, ഹൂയിയോസ്, ഡേവിഡ്, ഹൂയിയോസ്, എബ്രഹാം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹൂയിയോസ് എന്നുള്ള പദം ബയോളജിക്കൽ സൺ അല്ല, ടെക്നോൺ ആണ് ബയോളജിക്കൽ സൺ. അജി സഹോദരൻ പറഞ്ഞ വാക്യം തന്നെ അജി സഹോദരന്റെ ആർഗ്യുമെന്റ് തെറ്റാണെന്ന് നമുക്ക് എടുത്തോണ്ട് പോവാം. നമുക്ക് അത് എടുത്തിട്ട് പോവാം. നമുക്ക് ബാക്കി എടുക്കാം. മത്തായി 1:1. ബിബ്ലോസ്, ഏത് വാക്യാണ് ബയോളജിക്കൽ സൺ അല്ലാത്ത? ഇയോസോസ്, ക്രിസ്റ്റോസ്, ഹൂയിയോസ്. ഹൂയിയോസ് എന്ന് പറയുന്നത് പുത്രസ്ഥാനത്തെ കുറിക്കുന്ന വാക്കാണ്. ടെക്നോൺ ആണ് ബയോളജിക്കൽ സൺ. ടെക്നോൺ ആണ് ബയോളജിക്കൽ സൺ. ബയോളജിക്കൽ സണ്ണിനുള്ള പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സ്ഥാനത്തെയാണ്. ടെക്നോൺ ആണ് ഗ്രീക്കിലെ ബയോളജിക്കൽ സൺ. അത് ഭയങ്കര രസമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്യു 23:35 തൊട്ടുള്ള വാക്യങ്ങളില് സെക്കരിയാവിന്റെ മകനായ ബെരക്യാവ് എന്ന് പറഞ്ഞ അത് പിന്നെ സ്ഥാനമാണോ? ഇതേ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഹൂയോസ്, ഇതേ സെയിം വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബയോളജിക്കൽ ആണെന്ന് ഇംപ്ലൈ ചെയ്യണമെങ്കിൽ ടെക്നോൺ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ഹൂയോസ് പറഞ്ഞാൽ വേണമെങ്കിൽ ബയോളജിക്കൽ ഡെസിഗ്നേറ്റ് ചെയ്യാം, പക്ഷെ അതിന്റെ ടേം അല്ല. അത് രണ്ടും സ്ഥാനവും കാണിക്കുന്ന പദമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണം പറഞ്ഞല്ലോ, സെക്കരിയാവിന്റെ മകനായ ബെരക്യാവ് എന്ന് പറഞ്ഞത്, ബെരക്യാവിന്റെ മകനായ സെക്കരിയാവ് എന്ന് പറഞ്ഞ അതേ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം വാക്ക്. അതായത് ഗ്രീക്ക് അറിയാവുന്നവരോട് ഇനിയും വേറെ വാക്യങ്ങൾ തരാം. ഇനിയും വേറെ വാക്യങ്ങൾ തരാം. ഗലാത്യർ 4:30 ഇതായിരിക്കും തന്നെ കാണുന്നത്. ധാരാളം വാക്യങ്ങളുണ്ട്, നോക്കിയാൽ കിട്ടും. നമുക്കൊരു കണ്ടൻസിൽ വെക്കാം. അല്ല, ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ല, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നാണെന്നൊരു കൊറി കൊടുത്തു നോക്ക്, അപ്പം കിട്ടും. ബയോളജിക്കൽ സൺ ഈസ് ടെക്നോൺ. അല്ല, ഇപ്പൊ നമ്മളൊരു വാക്ക് ഇപ്പൊ എടുത്തു, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ. അപ്പൊ അബ്രഹാമിന്റെ പുത്രനല്ലേ ദാവീദ്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് ശ്രദ്ധിക്കുക. ബയോളജിക്കൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ കേസിൽ വിട്. പക്ഷെ ദാവീദ് അബ്രഹാമിന്റെ പുത്രനല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇല്ല, ദാവീദ് നമ്മുടെ ചർച്ചാ വിഷയമല്ല, യേശുക്രിസ്തു ആണ് ചർച്ചാ വിഷയം. ബയോളജിക്കൽ സൺ എന്ന് കാണിക്കണമെങ്കിൽ ടെക്നോൺ ആണ്. ഹൂയോസ് എന്ന് പറഞ്ഞാൽ അത് ബയോളജിക്കൽ സണ്ണും ആകാം, അല്ലെങ്കിൽ പുത്രസ്ഥാനവുമാകാം. യഹൂദന്മാർക്ക് 12-13 വയസ്സാകുമ്പോൾ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് അവരെ പുത്രന്മാരുടെ അധികാരം ഉപയോഗിക്കാനായിട്ട് അവരെ ഓതറൈസ് ചെയ്യുന്നത്. അന്നേരം തൊട്ടാണ് അവർ ഹൂയിയോസ് എന്നുള്ള പദവിയിലേക്ക് വരുന്നത്. ഈ വെളിച്ചത്തിലാണ് ഗലാത്യ ലേഖനത്തില് ശിശു ആയിരിക്കുന്നിടത്തോളം ശിശുപാലകനേക്കാളും ഒട്ടും വിശേഷതയുള്ളവനല്ല എന്നൊക്കെയുള്ള ഭാഗം പറഞ്ഞിരിക്കുന്നത്. അതൊരു എസ്റ്റാബ്ലിഷ്ഡ് കാര്യമാണ്. ബയോളജിക്കൽ സക്സഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ടെക്നോൺ എന്നുള്ള പദമാണെങ്കിലേ നമുക്ക് കൺക്ലൂസീവായിട്ട് ബയോളജിക്കൽ സൺ എന്നുള്ള റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ആർഗ്യുമെന്റ് ആണ്. ഞാൻ അതിനുള്ള എതിർവാദമാണ് പറഞ്ഞത്. ഇതേ വാക്കുകളാണ് നമുക്ക്. ഗ്രീക്ക് പദം
അതല്ലാതെ സെക്കരിയാവിന്റെ മകനായ ഇത് പറഞ്ഞല്ലേ, നമ്മൾ എന്താണ് പറഞ്ഞത്, ഒറ്റ മിനിറ്റ്, ബ്ലഡ് ഓഫ് സെക്കരിയ സൺ ഓഫ് ബെരക്യാവ് എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? നോക്കി. അപ്പൊ അത് ബയോളജിക്കൽ സൺ. മാത്രമല്ല ദാവീദിന്റെ, അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതി. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം, സന്തതി എന്നുള്ള വാക്ക് തന്നെ. അപ്പൊ അബ്രഹാമിന്റെ സന്തതി അല്ല ദാവീദ് എന്ന് വരുവോ? അതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഇടയ്ക്ക് പാട്ടായിരുന്നു. സോറി, എന്റെ കുഴപ്പമാണോ? അല്ല, കേൾക്കായിരുന്നു, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും. എന്റെയാണോ കുഴപ്പം? അല്ല, ധർമ്മന്റെ പ്രോബ്ലം അല്ല, ജെയിംസ് അങ്കിളിന്റെ അവിടുത്തെ പ്രശ്നമായിരിക്കും. കാര്യം ഞാൻ ഒന്ന് വേണേ റിപ്പീറ്റ് ചെയ്തു ആർഗ്യുമെന്റ് കേൾക്കട്ടെ. ഞാൻ അതൊന്നും കൂടെ പറയാന്ന. ഞാൻ പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദ് അല്ലേ? അപ്പൊ അങ്കിള് പറയണത് ദാവീദിന്റെ പുത്രനായ എന്നുള്ളത് പിന്നെ എന്താണ് സ്ഥാനപ്പേരാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ളത് സ്ഥാനപ്പേരാണോ ആവോ? കാരണം അതിന്റെ ഒരു ലോജിക്കൽ ഒരു നമുക്കറിയാലോ. ഞാൻ പറയുന്നത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള സ്ഥലത്ത് പോകാം. ഒരു മിനിറ്റ്. അജി ബ്രദറെ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹൂയിയോസ് എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് 12-13 വയസ്സാകുമ്പോൾ ഒരു ചടങ്ങുണ്ട്. അതുവരെ അവർ ശിശുക്കളാണ്. അതുവരെ അവര് ശിശുപാലകരുടെ കീഴിലാണ്. അവർക്ക് പൗരോഹിത്യമൊക്കെ നടത്താനുള്ള അധികാരം ലഭിക്കുന്നത് ആ ചടങ്ങിന് ശേഷമാണ്. അതിനുശേഷമാണ് അവർക്ക് ആ ഹ്യൂയിയോസ് എന്നുള്ള പദവി ലഭിക്കുന്നത്. അതൊരു പദവിയാണ്. ബയോളജിക്കൽ സണ്ണിനെ പറയാനായിട്ട് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം ടെക്നോൺ ആണ്. അപ്പൊ ഹൂയിയോസ് എന്നുള്ള പദം വഴി ഒരു ബയോളജിക്കൽ സക്സഷൻ നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റില്ല. അതാണ് പറയുന്നത്. എനിക്ക് നിർത്തിയതാണോ അതെയോ എന്താ കുഴപ്പം? നിർത്തി ആർഗ്യുമെന്റ് പറഞ്ഞായിരുന്നു. ഞാൻ നിർത്തിയതാ. കേട്ടു. കട്ട് ചെയ്യായിപ്പോണ്ട് ഇടയ്ക്ക്. ഓക്കെ. ഞാനേ അത് ഒന്നും കൂടെ പറയാം. ഞാനത് പറയാൻ ശ്രമിച്ചു. ഞാനിത് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ടെക്നോൺ എന്നുള്ള വാക്ക് ഒരു ചൈൽഡ് എന്നാണ് അർത്ഥം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സെക്സ്, ആസ് ഡിസെൻഡഡ് ബൈ ബർത്ത് ഫ്രം ഹിസ് നാച്ചുറൽ പേരൻസ്. അതായത് ഒരു ശിശു അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന അർത്ഥമേ ഉള്ളൂ. എന്നാൽ ഹൂയിയോസ് എന്ന് പറയുന്ന വാക്ക് സണ്ണ് അല്ലെങ്കിൽ മകൻ എന്നുള്ളതാണ്. കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് എ ഫീമെയിൽ ചൈൽഡ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ജനറൽ സെൻസ് ടു ഡിനോട്ട് ഡിസെന്റ്. ഒരു മിനിറ്റ്, ഞാനത് വായിച്ചു തരട്ടെ. ഞാനത് വായിക്കുവാണ്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു മകൻ എന്നുള്ള പദവിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മകൻ എന്നുള്ള സൺ ഈസ് ദ വേർഡ് യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് എ മെയിൽ ഫ്രം എ ഫീമെയിൽ ചൈൽഡ്. മെയിലും ഫീമെയിലും തമ്മിൽ തിരിക്കാനാണ് ഹുയോസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടെക്നോൺ എന്നതിനകത്ത് ചൈൽഡ് ആവാം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സെക്സ്. അതല്ലാതെ പിന്നെ വേറൊരു അർത്ഥം അതിൻ്റെ അകത്ത് ഇല്ല എന്ന് തന്നെ കൃത്യമായിട്ട് അങ്കിൾ പറഞ്ഞ അനുസരിച്ചിട്ട് ഞാൻ സ്റ്റെം പബ്ലിഷിംഗിന്റെ ഇതാണ് വായിച്ചത്. വോളിയം 12, ബൈബിൾ ട്രഷറി വോളിയം 12, ടെക്നോൺ ആൻഡ് ഹുയോസ്. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. സാറേ, ടെക്നോണും ഹ്യൂയോസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സെർച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു ഓൾറെഡി. ഞാനിപ്പോ വായിച്ചത് എന്റെ സ്വന്തം അഭിപ്രായമല്ല, ഞാനൊരു ഗ്രീക്ക് പണ്ഡിതനല്ല. സോ ഞാനത് വായിച്ച് സ്റ്റെം പബ്ലിഷിംഗ് മാഗസീന്റെ ദ ബൈബിൾ ട്രഷറി വോളിയം 12, ടെക്നോൺ ആൻഡ് ഹൂയോസിന്റെ ഡിഫറൻസ് ആണ്.
ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോറി, ടെക്നോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ആണ്, ഒരു ശിശു, irrespective of the sex, as descended by birth from its natural parents. While Hurio son is the word used to distinguish a male from a female child. It is also used in a general sense to denote descendants as representing the family or line of the particular person. ഞാൻ പറഞ്ഞു കേട്ടോ? കേട്ടു. ജെയിംസ് അങ്കിൾ കേട്ടായിരുന്നോ? നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? ഇത് എന്റെ കുഴപ്പമാണെന്നല്ല, എനിക്ക് കേൾക്കുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട്സ്. അല്ല, ധർമ്മൻ പറഞ്ഞത് ഇപ്പൊ കേട്ടു. ജെയിംസ് അങ്കിളിന്റെ അവിടുന്ന് ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട് തുടങ്ങുമ്പോൾ. അതിപ്പോ മാറി കാണും. ആദ്യം മാത്യു ബ്രദറെ, നമുക്ക് ഈ ഫർദർ ഡിസ്കഷൻ പിന്നീട് ചെയ്യാം. കാരണം ഇതൊരു പോയിന്റ് കണ്ടൻഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ചർച്ച പോട്ടോ. ഇതപ്പോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് മസിൽ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാനത് ഒരു വാക്യം വായിച്ച് ചെയ്യിപ്പിക്കാം, ക്ലിയർ ആകും. ലൂക്ക് ചാപ്റ്റർ 15:30-31. ബട്ട് വെൻ ദി സൺ, അതിനകത്ത് ഹൂയോസ് ആണ്, ഓഫ് യുവേഴ്സ് കെയിം, ഹു ഹാസ് ഡെവേർഡ് യുവർ പ്രോപ്പർട്ടി വിത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, യു കിൽ ദ fattened calf for him, and he said to him, son, അവിടെ ടെക്നോൺ ആണ്, you are always with me, and all that is mine is yours. അതായത് ഈ രണ്ടാമത്തെ മൂത്ത മകൻ ആരോപിക്കുന്നത് നിന്റെ ഇളയ മകൻ വെറും സ്ഥാനത്തിൽ മാത്രം നിന്റെ പുത്രനാണ്. അപ്പം പിതാവ് മോനെ വിളിച്ചു പറയുന്നത് സൺ, ടെക്നോൺ, യു ആർ ഓൾവേസ് വിത്ത് മീ ആൻഡ് ഓൾ ദാറ്റ് ഈസ്. ഒരേ വാക്യത്തിൽ ഇത് രണ്ടും വരിക. അപ്പം ഈ മൂത്ത മകൻ സ്നേഹത്തിൽ അവൻ നിന്റെ ബയോളജിക്കൽ സൺ ആണ്, അതുകൊണ്ട് നീ അവന് ഇത് കൊടുക്കണമെന്നല്ല പറയുന്നത്. അവന് സ്ഥാനം മാത്രമേ ഉള്ളൂ. അവൻ നിന്റെ ഷെയറും ഒക്കെ എടുത്ത് പോയവനാണ്. അത് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. മാത്രമല്ല ധാരാളം എൻസൈക്ലോപീഡിയകളിൽ അത് പറയുന്നുണ്ട്. ടെക്നോൺ എന്ന് പറയുന്നതാണ് ബയോളജിക്കൽ സൺ എന്നുള്ളത്. ടെക്നോൺ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്കത് വിട്ടിട്ട് മറ്റേ മുമ്പേ പറഞ്ഞ വാക്യത്തിലേക്ക് ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. ഒറ്റ കാര്യം, അതായത് ഈ വാദം നമ്മൾ അവിടെ പ്രൈമ ഫേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദാവീദ് അബ്രഹാമിന്റെ സന്തതി അല്ലെങ്കിൽ സൺ അല്ല എന്ന് വരും. ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റിന്റെ ഫ്ലോ എങ്കിൽ ഞാനത് കൺസീഡ് ചെയ്യുന്നല്ല. കൺസീഡ് ചെയ്താൽ പോലും നമ്മൾ കൺസീഡ് ഫോർ ആർഗ്യുമെന്റ് സേക്ക്, അങ്ങനെ പറയുമല്ലോ, നമ്മൾ ആർഗ്യുമെന്റ് സേക്കിന് കൺസീഡ് ചെയ്താൽ പോലും അബ്രഹാമിന്റെ സന്തതി, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ എന്ന് പറയുമ്പോൾ ഈ അബ്രഹാമിന്റെ പുത്രൻ എന്ന് പറയുന്ന ഈ പൊസിഷൻ ദാവീദിന് ഇല്ലാണ്ട് വരും. അപ്പൊ ഈ പറഞ്ഞ അതേ പ്രശ്നം ഈ പ്രശ്നം അവിടെ ഉണ്ട്. ഈ അബ്രഹാമിന്റെ പുത്രനല്ലേ ദാവീദ്? ഞാൻ വിശ്വസിക്കുന്ന ആണെന്നാണ്. അവൻ ജഡപ്രകാരം അബ്രഹാമിന്റെ 14 തലമുറ കഴിഞ്ഞാണ് ദാവീദ് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ആർഗ്യുമെന്റ് അവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പ്രശ്നം ദാവീദും അബ്രഹാം തമ്മിലുള്ള ബന്ധത്തിൽ വരുമെന്നാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പ്രശ്നം അതിനകത്തില്ല. ജെയിംസ് അങ്കിളെ വോയിസ് ബ്രേക്ക് ആയിട്ടുണ്ട്. അല്ല, ഒരു കാര്യം കൂടെ, ഈ ധൂർത്തുപുത്രൻ എന്ന് പറയുന്നതും എന്റെ കാഴ്ചപ്പാടിൽ ഒരു ബയോളജിക്കൽ സൺ ആണെന്നുണ്ടോ എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അല്ലേ? ധൂർത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ പോലും ഒരു ബയോളജിക്കൽ ആയിട്ടുണ്ട്. ജെയിംസ് അങ്കിളുടെ ഇതുവരെ കേട്ടില്ലായിരുന്നു. എനിക്ക് ഒരു സെക്കൻഡ് തരണേ, ഞാനിപ്പോ വരാവേ. ഒറ്റ സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക്, സ്മോൾ ബ്രേക്ക്. എന്നാ തിരിച്ചു വന്നിട്ട് പറയണം. അത് കഴിഞ്ഞ് ജെയിംസ് അങ്കിള് ആർഗ്യുമെന്റ് വെക്കും. അതുവരെ എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ എൻ്റെ ഒരു ഓഡിയൻസിനോട് പറയാനുള്ളത് പറയുക, കൈ കൊടുത്ത് പിരിയുക. ബാക്കി ഇന്ന് വൈകിട്ടൊരു റൂമുണ്ട്. സോ ഇപ്പോഴേ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ അടിച്ചത് സോൾവ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർഗ്യുമെന്റ് ഇന്നത്തെ റൂം കഴിഞ്ഞിട്ട് മനസ്സിലായി ഞാൻ കേട്ടായിരുന്നു.
എന്തായാലും ഇന്ന് വൈകിട്ടത്തെ ഒരു റൂമിൽ പോവാൻ ഒരു റീസൺ ഉണ്ടായിരിക്കണം. അത് എത്ര മണിക്കാ? നാളെ എന്തായാലും നമുക്ക് ഓർഗനൈസ് ചെയ്യാം. അത് സമയം എനിക്ക് അറിയത്തില്ല. ഞാൻ ആ റൂം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ കഴിഞ്ഞ ഒരു റൂമിൽ പോയപ്പോഴാണ്. ജെയിംസ് അങ്കിൾ പറഞ്ഞ ആർഗ്യുമെന്റ്സ് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും. ഞാൻ ബാക്കി വന്നു ബ്രദറെ, വന്നു കേട്ടോ, വന്നു. ഞാൻ എന്റെ വൈഫൈ അല്ലായിരുന്നു ഇട്ടിരുന്നത്, ഇതിന്റെ സെല്ലിന്റെ ആയിരുന്നു. അത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇനിയും ആർഗ്യുമെന്റ് കണ്ടിന്യൂ ചെയ്യാം. ജെയിംസ് അങ്കിൾ അല്ലേ ആർഗ്യുമെന്റ് കണ്ടിന്യൂ ചെയ്യാം? അജയ് സാറേ, ഞാൻ ഈ പറയുന്നേ, അതായത് 2:30 നിന്ന്, അപ്പോസ്തല പ്രവൃത്തി 2:30 നിന്ന് കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് എന്ന് പറയുന്നത് കടിപ്രദേശത്തിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. എബ്രായർ 7:9-10 നേരിട്ട് ലേവി അബ്രാഹാമിന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നെന്ന് തന്നെ പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റാറ്റസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് യേശുക്രിസ്തു എഴുന്നേറ്റു വന്നു. അങ്ങനെ എഴുന്നേറ്റ് വരുന്ന ആളിന് ബൈബിളിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നിടത്ത് ഒരിടത്തും എഴുന്നേറ്റ് വന്ന സ്ഥലവുമായിട്ടോ, അല്ലെങ്കിൽ കല്ലറയാണെങ്കിൽ കല്ലറ, കസേരയെങ്കിൽ കസേര, തറയിലിരിക്കുകയായിരുന്നെങ്കിൽ തറയിലിരുന്നു, അങ്ങനെയുള്ള സ്ഥലവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ ഇതിനെ ദാവീദിന്റെ മറിയ വഴിയുള്ള പുത്രനായിരുന്നു യേശുക്രിസ്തു എന്ന് പഠിപ്പിക്കാൻ തക്ക തെളിവല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വളരെ രസകരമായിട്ട് തോന്നുന്നു. 1 തിമോത്തിയോസ് 1:18 പറഞ്ഞനുസരിച്ച്, അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ, ഞാനിപ്പോ അതിന്റെ ടെക്നോണിന്റെ നോക്കുമായിരുന്നു കേട്ടോ, അതിന്റെ അകത്ത് നമുക്ക് ഗ്രീൻ ഇത് കിട്ടും, സ്ട്രോങ്ങിൽ കിട്ടും. ടെക്നോൺ എന്ന് പറഞ്ഞത് 5043 സ്ട്രോങ്ങില്. നമുക്ക് തിമോത്തിയോസ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ സന്തതിയായിരുന്നു എന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. ഐ തിങ്ക് ദാറ്റ് ഐ സിംപ്ലി ക്ലോസ് മൈ കേസ്. ടെക്നോൺ എന്ന് പറയുന്നത് ജഡപ്രകാരമുള്ള സന്തതിയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജഡപ്രകാരമുള്ള മകനാണ് ആര്? തിമോത്തിയോസ്. ഞാൻ സ്ട്രോങ്ങിൽ ടെക്നോൺ നോക്കുമായിരുന്നു. 5041 നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. റെസ്റ്റ് മൈ കേസ്. ഞാനും ക്ലോസ് ചെയ്യുകയാണ്. ഹൂയിയോസ് എന്നുള്ള പദം സ്ഥാനവുമായി ബന്ധപ്പെട്ട പദമാണ്. അത് മകൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വെളിച്ചത്തിൽ നമുക്കൊരു ഡോക്ടറിൻ ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഗ്രീക്കിൽ ടെക്നോൺ ആണ് ബയോളജിക്കൽ സൺ. താങ്ക് യു. നമുക്ക് ഇതിലേക്ക് വരാം. ഈ 30-ന്റെ ഈ അങ്ങനെ അല്ലാതെ തെളിഞ്ഞല്ലോ അങ്കിള്, അങ്ങനെ അല്ല തെളിഞ്ഞല്ലോ. 1 തിമോത്തിയോസ് 1:18 കൃത്യമായിട്ട് അപ്പോസ്തലനായ പൗലോസിന്റെ നിജപുത്രൻ എന്ന് പറഞ്ഞത് ടെക്നോൺ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെങ്ങനെ ബയോളജിക്കൽ സൺ? ഈസ് തിമോത്തി പോൾസ് ബയോളജിക്കൽ സൺ? കമോൺ. 1 തിമോത്തിയോസ് 1:18 ഞാൻ സ്ട്രോങ്ങിൽ പോവാണ്. ടെക്നോൺ അല്ല ഡിസ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഹൂയിയോസ് ആണ്. ഹൂയിയോസ് അതുപോലെ തന്നെ ധാരാളം പുത്രസ്ഥാനമുള്ളവർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളില്. ഹൂയിയോസ് ഇപ്പൊ എടുക്കണോ ഓരോ ഭാഗങ്ങളും? ഒരു ബന്ധവും ഇല്ലാത്തവർക്ക് ധാരാളം. ഈ വാദം എന്റെ അല്ല, ഇറ്റ്സ് യുവർ ആർഗ്യുമെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് ടെക്നോൺ എന്നുള്ള വാക്ക് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പൗലോസിന്റെ ബയോളജിക്കൽ സണ്ണുള്ള വാക്ക് ടെക്നോൺ ആണെന്ന് പിന്നെ അങ്കിൾ പറഞ്ഞു. അപ്പൊ ഞാൻ അത് നോക്കി. അപ്പൊ ടെക്നോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രീക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ 1 തിമോത്തിയോസ് 1:18 എനിക്ക് ഒരു റെഫറൻസ് കിട്ടി. ഞാൻ അത് നോക്കി കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് കിടക്കണേ എന്താണ്? അപ്പോസ്തലനായ പൗലോസിന്റെ നിജപുത്രൻ എന്നുള്ളതിന് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു ടെക്നോൺ എന്നുള്ള വാക്ക് കേൾക്കണേ. പക്ഷെ ഇപ്പൊ നമുക്ക് ഇന്റർലീനിയർ ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ അത് ക്ലിക്ക് ചെയ്തു. അപ്പൊ വരുന്ന വാക്ക് ലിസ്റ്റ് വരുവാണ്. ടെക്നോൺ, അപ്പോസ്തലനായ പൗലോസ് പറയാണ് വിശ്വാസി നിജപുത്രനായ തിമോത്തിയോസ്. അപ്പൊ ഈ അങ്കിളുടെ വാദം അനുസരിച്ച് പൗലോസിന്റെ ജഡപ്രകാരമുള്ള സന്തതിയിൽപ്പെട്ട ആളാണ് തിമോത്തിയോസ് എന്ന് വരും. ഐ തിങ്ക് ദാറ്റ് വാസ് എ സോർട്ട് ഓഫ് എ ബിസാർ തിങ് അല്ലേ? അജയ് സാറേ, ഞാനിവിടെ പറയുന്നേ, ഹൂയിയോസ് ഈസ് പ്രിഡോമിനന്റ്ലി സ്ഥാനത്തെ കാണിക്കുന്ന പദമാണ്. ടെക്നോൺ പ്രിഡോമിനന്റ്ലി ബയോളജിക്കൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന പദമാണ്. അത് ഗ്രീക്കിലെ ഏത് എൻസൈക്ലോപീഡിയ എടുത്താലും യു വിൽ ബി ഏബിൾ ടു സീ ദാറ്റ്. അപ്പം അങ്ങനെ ഒരു ആംബിഗ്വിറ്റി ഉള്ള പദം വെച്ച് നമുക്ക് ഡോക്ടറിൻ ഉണ്ടാക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ 30-ാം വാക്യം തന്നെ കൃത്യമായിട്ട് തെളിയിക്കുന്ന കടിപ്രദേശത്ത് നിന്ന് ഉണ്ടായ ഫലത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നെന്നാണ്.
എഴുന്നേറ്റ് വരുമ്പോൾ ജനറ്റിക് റിലേഷൻഷിപ്പ് അവിടെ ഇല്ല. അത് തന്നെ തെളിയിക്കുക യേശുക്രിസ്തുവിന് ദാവീദുമായിട്ട് ജനറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലെന്ന്. എന്റെ 2:30 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാക്യം. ആ വാക്യത്തിൽ യേശുക്രിസ്തു എഴുന്നേറ്റ് വന്നു എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ടെക്നോണ് അടുത്ത ഒരു ഡിസ്കഷനിലേക്ക് വരുത്താം. തീർച്ചയായിട്ടും എവിടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത് മുഴുവൻ വചനഭാഗങ്ങൾ എടുക്കാം, അത് കഴിഞ്ഞ് ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടുത്തെ എന്റെ 2:30 ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് വന്നു, കടിപ്രദേശത്ത് നിന്ന് വന്നു എന്നല്ല, അല്ലെ യേശുക്രിസ്തു ദാവീദിന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നെന്നല്ല. എബ്രായ ലേഖനം 7:9-10 കൃത്യമായിട്ട് അങ്ങനെ പറയുന്നത്. രണ്ടാമത് എഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞേക്കുന്നത് ബർത്തായിട്ടോ അല്ലെങ്കിൽ ബയോളജിക്കൽ സക്സഷനായിട്ടോ പാർട്ടായിരുന്നെന്ന് തെളിയിക്കാനോ പര്യാപ്തമല്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്തുവാണോ വേണ്ടേ, അതെന്താ വേണ്ടേ, നമുക്ക് മുമ്പോട്ട് എടുത്തു എന്നുള്ള പദം കൂടെ അങ്ങ് പറഞ്ഞു തീർന്നാൽ. അല്ല, ഞാൻ പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ അത് 2 വേർഡും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസ്കഷൻ അത് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചു തന്നെ നല്ലതായിരിക്കും. ഇനി എന്തായാലും 2 പേർക്കും കണ്ടൻഷൻ ഉണ്ടെങ്കിൽ, കാര്യം ഇത് ഒരു വാക്യത്തെ ബേസ് ചെയ്തുള്ള ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു റൂമിൽ ചർച്ച, നമുക്ക് ആ മറ്റേ ചർച്ച കണ്ടിന്യൂ ചെയ്താലോ, അതായത് ദൈവത്തിന്റെ നേച്ചർ മാറ്റാൻ പറ്റുമെന്നുള്ള, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ല ജി, എനിക്ക് ഈ 2:30 ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചു വന്നേ. അതായത് അത് കഴിഞ്ഞല്ലോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ, അതായത് ആകയാൽ ദൈവം തന്റെ കടിപ്രദേശന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ സത്യം ചെയ്ത് ഉറപ്പിച്ചു പറഞ്ഞിട്ട് അവൻ ആ ഭാഗം, എന്നാൽ ആകയാൽ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ നിന്ന് എന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു പറഞ്ഞു എന്നുള്ള ആ വാക്യത്തിൽ ഞാൻ കൃത്യം പദപ്രയോഗം പറയാം. യേശുക്രിസ്തുവിനെ ഉയർത്തും എന്നുള്ള പദമാ പറഞ്ഞേക്കുന്നത്. ആ ഉയർത്തും എന്നുള്ള പദത്തിന് ഒരിടത്തും ബർത്ത് എന്നുള്ള അർത്ഥം കൊടുത്തിട്ടില്ല. ബൈബിളിലെ ബർത്തിന് കൊടുത്തേക്കുന്ന 18 സ്ഥലത്തും ആ പദമല്ല കൊടുത്തിരിക്കുന്നത്, ടിക്റ്റോയാണ്. ഇത് 113 ഭാഗത്ത് പറയുന്നുണ്ട്. ആ 113 ഭാഗത്തും ആ കോണ്ടസ്റ്റിൽ നിന്ന് അത് ബർത്തിനെ അല്ല കാണിക്കുന്നത്. അപ്പം കടിപ്രദേശന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്തത് ഇംഗ്ലീഷിൽ വായിച്ചാൽ എ പ്രോഫറ്റ് ദെൻ ബീയിങ് ആൻഡ് നോയിങ് ദാറ്റ് വിത്ത് an oath sown to him God of fruit of the loin of him as concerning flesh to raise up the Christ. ആ raise up the Christ എന്ന് പറയുന്നതിന് ബയോളജിക്കൽ മീനിങ്ങേ ഇല്ല, ബയോളജിക്കൽ സക്സഷനേ ഇല്ല, ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ബയോളജിക്കൽ സക്സഷൻ മീൻ ചെയ്യുന്നത് ബോൺ എന്നുള്ള പദമാണ്. ആ പദം ധാരാളം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, 18 സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഈ പദം ഉപയോഗിച്ചിരിക്കുന്ന ഈ സാർക്കോ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നിടത്തെങ്ങും ഈ ബർത്ത് എന്നുള്ള അർത്ഥം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബർത്ത് എന്നുള്ള അർത്ഥം അതിന് കൊടുക്കാനായിട്ട് പറ്റില്ല. അതാ ഞാൻ ഈ പറയുന്നത്. എനിക്കിപ്പോ ഇതിന്റെ അകത്ത് ആർഗ്യുമെന്റ് സത്യത്തിൽ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഏതായാലും നമുക്ക് മുമ്പോട്ട് പോവാം. ഏതായാലും നമുക്ക് നോക്കാം. ഈ ഇപ്പൊ അങ്കിള് പറഞ്ഞത് ഉയർത്തു എന്നുള്ള വാക്കാണ്. ഈ 2:30 എവിടെയാണ് ഈ ഉയർത്തു എന്നുള്ളത്? ഞാൻ യേശുക്രിസ്തു തന്നെ മറിയയുടെ ഗർഭത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി എന്താണ് മനസ്സിലാകുന്നില്ല എനിക്ക്. അത് എന്താണ് ആർഗ്യുമെന്റ് എന്ന് മനസ്സിലാകുന്നത്? ഉയർത്തു എന്ന് പറഞ്ഞാൽ ഈ മറിയയുടെ ഗർഭത്തിൽ നിങ്ങളുടെ ത്രൂ ആയിട്ട് എഴുന്നേറ്റ് പോയി എന്നാണോ അർത്ഥം? എന്താണ്? ഞാൻ YLT വായിക്കാം ബ്രദറെ. അത് കൃത്യമായിട്ട് വേർഡ് ബൈ വേർഡ് ഗ്രീക്കിലുള്ളതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന വേർഷനാണ്. എ പ്രോഫറ്റ് therefore being and knowing that with an oath God did swear to him out of the fruit of his loins according to the flesh to raise up the Christ to sit upon his throne, to raise up the Christ, to raise up the Christ. ഈ raise up എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ബർത്തിന് ഉപയോഗിക്കുന്ന പദമേ അല്ല. ഒരാള് ഒരു സ്ഥലത്ത് ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റാൽ കസേരയുമായിട്ട് ബന്ധമില്ല. അപ്പം മറിച്ച് ദാവീദുമായിട്ട് ബന്ധമില്ലാത്തവനായിട്ടാണ് ഈ വാക്യം പറയുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അനീസ്റ്റമി എന്നുള്ള ദാവീദുമായിട്ട് ബന്ധമില്ല യേശുക്രിസ്തുവിന്. അതെന്തുമാവട്ടെ, ഈ വാക്യം അജി ഇന്നലെ ഉപയോഗിച്ച വാക്യമാണ് ഇത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. അതായത് അനീസ്റ്റമി എന്നുള്ള പദമാണ് ഉയർത്തി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇങ്ങനെയാണ് അതിന്റെ ഉപയോഗം. സാർസ് അനീസ്റ്റമി ക്രിസ്റ്റോസ് എപ്പി ഓട്ടോസ് ത്രോണോസ്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അനീസ്റ്റമി എന്നുള്ള പദത്തിന്റെ അർത്ഥം ടു റേസ് അപ്പ് എന്നാണ്. ടു സ്റ്റാൻഡ് അപ്പ്, ടു റേസ് അപ്പ്, ടു റിസറക്റ്റ്. അത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു അടിസ്ഥാന വാക്കാണ്. ബൈബിളിലെ എല്ലാ ഉയർത്തെഴുന്നേൽപ്പുകൾക്കും ബാലെ എഴുന്നേൽക്ക അതിനുപയോഗിച്ചിരിക്കുന്ന പദമാണ്. അപ്പം ആ ബാലയുടെ പൊടി അതുപോലെ തന്നെ വിതൗട്ട് ചേഞ്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുക. അപ്പം ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റപ്പോഴ് ദാവീദിൽ ലോയിനിൽ നിന്നുണ്ടായ ഫ്രൂട്ടിൽ നിന്നോ യേശുക്രിസ്തുവിന് ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഈ വാക്യം തെളിയിക്കുന്നില്ല. ഇന്നലത്തെ അജിസോറിന്റെ പ്രൂഫ് ടെസ്റ്റ് ആയിരുന്നു ഇത്. ആ യൂസേജ് ശരിയല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങളിപ്പോ ക്ലബ് ഹൗസിൽ പലതരം ഉപമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയണേ, മൊട്ടത്തോട്, പിന്നെ കാൻഡിയുടെ റാപ്പർ, ഈ കസേര എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഉയർത്തെഴുന്നേറ്റ് പോയി എന്നുള്ള ആ പദത്തിന് പകരം നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നു, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ വചനം ജഡം ധരിക്കാനായിട്ട് മറിയമിൽ വന്നു, എഴുന്നേറ്റ് പോയി, അപ്പൊ ഈ പിന്നെ യെശയ്യാപ്രവചനം 7:14 കാണുന്ന കന്യക അല്ലെങ്കിൽ ഗർഭിണിയായി അതെന്തുമാവട്ടെ, ലെറ്റ് us confine our discussion to 2:30. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അജി ബ്രദറെ, ഇത് ഇന്ന് വൈകിട്ട് ഒരു റൂം ഉള്ളതുകൊണ്ട് ഞാനും എന്റെ അഭിപ്രായം ഇത് നിങ്ങൾക്ക് കണ്ടന്റിലുള്ള ഒരു വാക്കിൽ സ്റ്റിക്ക് ചെയ്യാന്നാണ്. ക്രിസ്റ്റോളജി മുഴുവൻ ചർച്ച ചെയ്യാനാണെങ്കിൽ അത് ചെയ്യാം. അത് നമുക്ക് ഇത് ഇന്നത്തെ റൂം കഴിഞ്ഞിട്ട് റൂം ഇട്ടാ പോരെ? ഞാനീ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ജിസോര. ഈ അനീസ്റ്റമി എന്നുള്ള പദമാണ് യേശുക്രിസ്തുവും ദാവീദിന്റെ ലോയിനിൽ നിന്നുള്ള ഫലങ്ങളുമായിട്ടുള്ള, അതിന് കസേരയെന്നൊന്നും പറഞ്ഞ് കളിയാക്കരുത്, ഞാൻ അങ്ങനല്ല പറഞ്ഞ്. എഴുന്നേൽക്കുക, അത് യേശുക്രിസ്തു എഴുന്നേറ്റ് പോയതിന് അത് ഉപയോഗിച്ചിട്ടുണ്ട്. കം ലെറ്റസ് ഗോ എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ബാക്കിയുള്ള ഈ പരിഹാസികൾക്ക് പരിഹാസത്തിന് വേണ്ടിയുള്ള വഴി കൊടുക്കുക അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞു. അതായത് ഈ അനീസ്റ്റമി എന്നുള്ള പദം 72 തവണ ഉപയോഗിച്ചിരുന്നത് എഴുന്നേറ്റ് പോവുക, ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോവുക, തറയിൽ നിന്ന് എഴുന്നേറ്റ് പോവുക, കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. പിന്നീടുള്ള മറ്റുള്ള സ്ഥലത്ത് റിസറക്ഷനോടുള്ള ബന്ധത്തില. ഒരു സ്ഥലത്ത്, അത് ഞാൻ മുമ്പേ വായിച്ചായിരുന്നു, മത്തായി 22:14, അവിടെ ദേവരധർമ്മം വഴി മരിച്ച ഒരുത്തന് ഒരു കുഞ്ഞിനെ സ്വന്തമാക്കുന്നതിനാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബയോളജിക്കൽ സക്സഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പം ആ വാക്യം ഇനി ഉപയോഗിക്കരുത്, അത്രയേ ഉള്ളൂ ഞാനീ പറയുന്നേ. അതായത് ആ വാക്യത്തിൽ അങ്ങനെ പറയുന്നില്ല. ബയോളജിക്കൽ സക്സഷൻ ഓഫ് ജീസസ് ഫ്രം ദ ഫ്രൂട്ട് ഓഫ് ദ ലോയിൻസ് ഓഫ് ഡേവിഡ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദാറ്റ് വേഴ്സ്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാറ്റി പറയാം. എന്നാൽ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പിന്നെ ഒരു ദിവസം ഇരുന്നാലോ? അതെന്താ വേണ്ടേ? നമുക്ക് അവിടെ വേറെ റൂം ഉണ്ടെന്നല്ലേ പറഞ്ഞേ, വൈകുന്നേരമല്ലോ അല്ലേ? നിങ്ങൾ രണ്ട് ഓക്കെ. എനിക്കറിയത്തില്ല ധർമ്മൻ അങ്ങനെ റൂം ഏറ്റെടുത്തോ? ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോഴേ അറിയുന്നത് ധർമ്മൻ. അല്ലെ, ഞാന് ചിലപ്പോ വരും, ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് സംസാരിക്കാം തുറച്ച്. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യും. ക്രിസ്റ്റോളജി മുഴുവൻ ചർച്ച ചെയ്യണോ, എന്ന് ചർച്ച ചെയ്യണം, അതൊക്കെ. എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു റൂം ഉണ്ടായിരുന്നെന്ന്. ഞാൻ ഇന്ന് മറ്റേ റൂമിൽ വന്നപ്പോൾ അവര് പറഞ്ഞ അറിയുന്നത് ഇന്ന് ഇങ്ങനെ ഒരു റൂം ഉണ്ടെന്നും ധർമ്മനദി വരുമെന്നും ഒക്കെ. അപ്പൊ അങ്ങനെ ഡിബേറ്റ് പിടിച്ചൊന്നും പോലും എനിക്കറിയത്തില്ല. അജിസോരൻ പങ്കെടുക്കണമെന്നാണ് എന്റെയും റിക്വസ്റ്റ്. കാരണം നല്ല ഒരാളാണ് ഷിജിമോൻ തങ്കപ്പന, നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഇച്ചിരി കൂടെ നേരത്തെ ആക്കാൻ പറ്റുമോ? ഇപ്പൊ 9:30 എനിക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ? അതെനിക്ക് അറിയത്തില്ല സാറേ, ഞാൻ അതിന്റെ നൈറ്റ് ആണ്, നൈറ്റ് കഴിഞ്ഞാണ്. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറക്കം ശരിയല്ല. ഇത് ജെയിംസ് അങ്കിൾ, ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലെ നറേറ്റീവ് മാത്രമല്ല, ഇത് രണ്ട് സൈഡിൽ നിന്നും പോകുന്നുണ്ട്. അതായത് അവരുടെ റൂമിൽ ചെന്ന് 1-on-1 ഡിസ്കഷന് അജി ബ്രദർ സമ്മതിച്ച, പക്ഷെ അവർക്ക് പലർക്കും അവർ ഒരുമിച്ചിരിക്കുന്ന ഗ്യാങ്ങിൽ വരുത്താനേ, അതായത് അവരുടെ റൂം പതിവുപോലെ പോവുക, അവിടെ അജി ബ്രദർ വന്ന് സംസാരിക്കുക എന്നുള്ള രീതിയിൽ താല്പര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള ഡിസ്കഷൻ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഞാൻ ആ റൂമിൽ ചെന്നപ്പോൾ അവിടെ പറയുന്നത് കേട്ടു, എന്തോ ഇന്നൊരു റൂമുണ്ട്, അജി ബ്രദർ അവിടെ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഡിബേറ്റിന് രണ്ടു കൂട്ടരും സമ്മതിച്ചോ, അങ്ങനെ എന്തെങ്കിലും സംസാരം നടന്നോ എന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ റൂമിൽ ക്രിസ്റ്റോളജി മുഴുവൻ എടുക്കണ്ടെന്ന് പറഞ്ഞത്. ഇനി അങ്ങനെ ഒരു റൂമിന് അജി ബ്രദർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അജി ബ്രദറിന് ഡിസൈഡ് ചെയ്യാം ഇവിടെ ബാക്കി ഡിസ്കഷനിലോട്ട് പോകണോ, അല്ലെങ്കിൽ ഇനിയും വേറൊരു ദിവസം ഫിക്സ് ചെയ്യണോ. ഇല്ല, എനിക്കും അതിൽ പങ്കെടുക്കണമെന്നുണ്ട്. മാത്രമല്ല
ഈ ഒരു പ്രശ്നം ഇത് ഈ കളവ് പറയുന്ന കുറെ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അവരിങ്ങനെ ഇത് ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുക. അത് അജയ് ബ്രദറിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയല്ല. അത് വളരെ എവിഡന്റ് ആണ്. രണ്ടാട് തമ്മിൽ ഇടിക്കുമ്പോൾ അതിന്റെ രക്തം കുടിക്കാൻ പണ്ട് ചെന്നാ വന്നെന്ന് പറഞ്ഞ പോലെ കുറെ പേരുണ്ട്. അപ്പൊ ഈ ഇഷ്യൂ എത്രയും പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കണം അജയ് ബ്രദറെ. അതാണ് ഓഡിയൻസിലേക്ക് ദൈവത്തിന്റെ മഹത്വം. ഞാനത് പറഞ്ഞല്ലോ, അതിന് എനിക്ക് പ്രശ്നമില്ല. ഇത് എന്നെ ഇതിനകത്തിട്ട് വലിച്ചിറക്കുവാണ് നമ്മുടെ 1-2 സഹോദരന്മാര്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട സഹോദരന്മാരാണ്. അപ്പൊ അവര് നമുക്ക് പിന്നെ അങ്ങേര് കുറച്ച് പാഷാണ്ടകൾ, ഭയങ്കര പാഷാണ്ടകൾ പറഞ്ഞിരുന്നു. 2 സാത്താനുണ്ടെന്നും പിന്നെ എന്താണ് ദൈവപുത്രന്മാരെ അതായത് ദൂതന്മാരെ ദൈവപുത്രന്മാരെന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഞാൻ അതിനെ പാഷാണ്ടതാന്ന് വിളിച്ചു, അല്ലെങ്കിൽ വചനവിരുദ്ധതാന്ന് പറഞ്ഞപ്പോ അങ്ങനെയുള്ള ഒരു സെക്ടേറിയൻ ചിന്താഗതി വന്നിട്ട് ഞാനും പാഷാണ്ടത പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ക്രൈസ്തവ ലോകം മുഴുവൻ പറയുന്ന കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ ഡിസഗ്രിമെന്റ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മുടെ ബ്രദറൻ സഭയിലെ തന്നെ പല പിതാക്കന്മാരും, അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ പലരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് അജയ് ബ്രദറെ, അത് സാധാരണ പലരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഡാർബിയെ പോലുള്ള ഒരു സബ്സ്റ്റൻസിനപ്പുറം പോയിട്ടില്ല. സബ്സ്റ്റൻസ് എന്താണെന്ന് അവരാരും ഡിഫൈൻ ചെയ്തിട്ടില്ല. അവരത്രയും ശക്തമായിട്ട് പറയാനുള്ള കാരണം അന്ന് അനാബാപ്റ്റിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് സെലസ്റ്റിയൽ ബോഡി എന്നൊരു കൺസെപ്റ്റ് വന്നു. അപ്പൊ അതിനെ റിഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡാർബി ഉൾപ്പെടെയുള്ളവർ ആ പദം ഉപയോഗിച്ചത്. വാസ്തവത്തില് അങ്ങനെ ആരെക്കുറിച്ചാലും ആരോപിക്കുകയാണെങ്കിൽ കാൽവിനെ കുറിച്ച് ആരോപിക്കേണ്ടത്. കാരണം കാൽവിന് തിയോറ്റോക്കോസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ ഡാർബിയെ ഒന്നും നമുക്കത് പറയാൻ പറ്റില്ല. അവർ ആ സബ്സ്റ്റൻസിൽ വന്ന് നിൽക്കുക, പിന്നെ ആ സബ്സ്റ്റൻസിനപ്പുറം അവർ പോകുന്നില്ല. യേശുക്രിസ്തുവിന്റെ സബ്സ്റ്റൻസ് മുഴുവൻ മറിയയിൽ നിന്നായിരുന്നു എന്ന് ഡാർബി പറയുന്നെങ്കിൽ ഈ വചനത്തിന് സബ്സ്റ്റൻസ് ഇല്ലല്ലോ. വചനം സാക്ഷാൽ ദൈവമല്ലേ. ആ ദൈവം വന്ന് മറിയയിലെ ന്യൂട്രിയൻസും കൂടെ ചേർന്ന് ശരീരം ഫോം ചെയ്ത് 2-ാം ആദാം ഉണ്ടായെന്നല്ലേ പറയുന്നത്. അപ്പം യേശുക്രിസ്തുവിലെ ഫുൾ സബ്സ്റ്റൻസും ആ അർത്ഥത്തിൽ, കാരണം സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് വചനത്തിൽ നിന്നല്ല, അല്ലെ സെക്കൻഡ് പേഴ്സൺ ഓഫ് ഗോഡ്ഹുഡിന് അങ്ങനെ ഒരു സബ്സ്റ്റൻസ് അല്ലല്ലോ. ആ സബ്സ്റ്റൻസ് അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബോഡിലി സബ്സ്റ്റൻസ് അല്ലല്ലോ, മെറ്റീരിയൽ സബ്സ്റ്റൻസ് അല്ലല്ലോ. അപ്പം അവരൊക്കെ പറഞ്ഞേക്കുന്നത് ആ സബ്സ്റ്റൻസ് വരെ, അതായത് യേശുക്രിസ്തുവിന്റെ ശരീരവും മാംസവും എല്ലും ഒക്കെ എടുത്താൽ അത് മറിയയിൽ നിന്നാണ് വന്നെന്നുള്ള അർത്ഥത്തിൽ അവർ പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ട്രൂ ഓൾസോ. അപ്പം നമ്മള് ഈ ഡാർബിയൊക്കെ പിടിച്ചതിനകത്ത് കുരുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. അവര് അന്നത്തെ ഒരു വലിയ പാഷാണ്ഡതയ്ക്കെതിരെ റെസ്പോണ്ട് ചെയ്തത് കൊണ്ട് പറഞ്ഞതാ. ജെ അജിക്ക് അയച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടായിരുന്നു. അതിനകത്തെങ്ങും സബ്സ്റ്റൻസിനപ്പുറം പോയിട്ടില്ല. ഞാൻ ഈ സബ്സ്റ്റൻസ് പോലും പറഞ്ഞുകൊണ്ടിരുന്ന ആളല്ല അങ്കിളെ, മനസ്സിലായി. ഞാൻ ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളല്ല. എന്റെ വിശ്വാസം എന്നും ഇത് തന്നെയായിരുന്നു. ഇവിടെ ക്ലബ് ഹൗസിൽ വന്നപ്പോ എന്റെ അടുത്ത് ചോദിക്കുമ്പോ, അങ്ങനെയല്ലേ ബൈബിൾ പറയണേ, പത്രോസ് അങ്ങനെ 3-15 കിലോമീറ്റർ പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് പ്രതിവാദം ചോദിക്കുന്ന ഏവരോടും ഭയഭക്തിയോടെ ബഹുമാനത്തോടെ ഒക്കെ പറയണതൊക്കെയാണ്. ബഹുമാനം എനിക്ക് ഇച്ചിരി കുറവാണ്, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ പലരും എന്നെ പ്രൊവോക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണ്, ഇല്ല, ഞാനിത് നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്, ഞാൻ അവർക്ക് ഒന്നും പറയില്ല. അപ്പൊ എന്നെ അവർ ചലഞ്ച് ചെയ്തു, ഈ പറഞ്ഞ കുറച്ച് പിന്നെ പാഷാണ്ഡത പറഞ്ഞ കുറച്ച് ആൾക്കാർ. അപ്പൊ അന്നേരമാണ് എനിക്കിത് ഇല്ല ഇങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വന്നത്. അതല്ലാതെ എനിക്ക് ഇപ്പൊ നമ്മുടെ സഹോദരന്മാർ, ഇപ്പൊ നമ്മുടെ ഷിജുമോൻ ബ്രദർ ആയാലും അനിലയ്യപ്പൻ ബ്രദർ ആയാലും ഒക്കെ നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ ഓർക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളൊക്കെ തന്നെയാണ്. അതല്ലാതെ അവരുടെ ഒന്നുമല്ല. പക്ഷെ ഇത് വൺസ് യുവർ ഇൻ എ ഫൈറ്റ്, യുവർ ഇൻ എ ഫൈറ്റ്. അതിന്റെ അകത്ത് അത് ഞാൻ അത് വിശ്വസിക്കുന്ന ഒരാളാണ്. വൺസ് യു ആർ ഗോയിങ് ഫോർ ഇറ്റ്, യു ആർ ഗോയിങ് ഫോർ ഇറ്റ്. അതിനകത്ത് നോ ഹാഫ് മെഷേഴ്സ്, അത്രേ ഉള്ളൂ. അല്ലാതെ അവരോട് നമുക്ക് യാതൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. വെൻ യു ആർ ഇൻ എ ബാറ്റിൽ യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അജി, ഞാന് ഈ പാഷാണ്ഡത എന്ന് അജി പറഞ്ഞ കാര്യം ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല. കാരണം ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോഴായിരിക്കും, പറഞ്ഞില്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, എനിക്കറിയത്തില്ല, ഞാനത് കേട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, അജിയും മറ്റുള്ളവരും കൂടി ഇടിക്കുമ്പോൾ അതിൽ നിന്ന് വാർന്നു വരുന്ന രക്തം കുടിക്കാൻ ചെന്നായ്ക്കൾ ധാരാളമുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കണം. അല്ല, അതിലേക്ക് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ ഒരു അഭിപ്രായം, ഈ ക്ലബ് ഹൗസിൽ ആരെയും പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം ഇത് ഫാക്ഷൻസ് ആയിട്ട് തിരിഞ്ഞ് അവരവരുടെ സഭാവിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് അതിൽ അടികൂടാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ എത്ര ലെജിറ്റിമേറ്റ് ആർഗ്യുമെന്റ് കേട്ടാലും മാറാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് പതുക്കെ നോളജ് ഡിസ്പെൻസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതാ ഞാനിത് കാണുന്ന ഒരു പ്ലസ് പോയിന്റ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ആർഗ്യുമെന്റ് പറഞ്ഞാലും ആൾക്കാർ അതിനെ ട്വിസ്റ്റ് ചെയ്ത്
കൊണ്ടുപോകും, അതങ്ങനെ സംഭവിക്കൂ. ഇത് താഴെയുള്ള ഓഡിയൻസിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുക, കൂട്ടത്തല്ല ആവാതെ. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് മാത്യു, യഥാർത്ഥ ക്രിസ്ത്യാനികൾ അല്ലാത്തവരത് ചെയ്യട്ടെ, അത് അവരുടെ ജോലിയാണ്. അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷേ ശരിക്കും ബോണഗെയിനായിട്ടുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവര് ഇങ്ങനെയുള്ള ഇഷ്യൂസ് സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ഞാനും അജി ബ്രദറും തമ്മിലുള്ള ഡിസ്കഷനെ കുറിച്ച് എന്തെല്ലാം നുണകളാ പറയുന്നത്, പച്ച നുണകൾ, നട്ടാക്കളിക്കാത്ത നുണകൾ. ഒരു റൂമിൽ അജി തന്നെ പറയുന്നുണ്ട് ഇടയ്ക്ക്, വളരെ ഫീബിൾ ആയിട്ടാണേലും പറയുന്നുണ്ട്, ജെയിംസ് വർഗീസ് അങ്ങനല്ല പറഞ്ഞ്, നാച്ചുറൽ ലോയെ സസ്പെൻഡ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ജെയിംസ് വർഗീസ് എന്ന് പറയാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു നറേറ്റീവ് അടിച്ചേൽപ്പിച്ച് പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ച് തല്ലിക്കൊല്ലുന്ന പോലെ. അവർ ക്രിസ്ത്യാനികളല്ലെന്നേ, അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനികളല്ലേ, കള്ളം പറയുന്നവർ എങ്ങനെ ക്രിസ്ത്യാനികളാകും? നമ്മൾ അവരെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ വിശ്വാസികള് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അന്യോന്യം ഫൈറ്റ് ചെയ്യുമ്പോൾ മുതലെടുക്കാൻ വരുന്ന ചെന്നായ്ക്കളുണ്ട്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒന്നുകിൽ ക്ലോസ് റൂംസിലോ വല്ലോ ഇതുമായിട്ട് നല്ല ഡീപ്പായിട്ട് ബന്ധപ്പെടുന്ന 10, 20, 30 പേര് ചേർന്ന് അന്യോന്യം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലെറ്റ് us agree to disagree പറയുക. എന്നിട്ട് പൊതുവേദികളിൽ ഈ വിഷയം രണ്ടുപേരും ചർച്ച ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എനിക്ക് കുഴപ്പമില്ല, ന്യായമായ കാര്യമാണ്. അതിനകത്തൊന്നും എനിക്ക് യാതൊരു പ്രശ്നമുള്ള ഒരാളല്ല ഞാൻ. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാം എന്ന് വരെ ഞാനിപ്പോ ഇതിനെതിരെ ഏതെങ്കിലും റൂം ഇട്ടതെങ്കിൽ കണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടെന്ന് തന്നെ ഈ മാതാവിനെ തട്ടിക്കൊണ്ടുപോയി സീസ് ചെയ്തെന്ന് വരെ പറഞ്ഞപ്പോഴായ റൂം ഇട്ടത്. പിന്നെ നമ്മുടെ പ്രത്യേക നമ്മുടെ റിച്ചിക്കുട്ടനും വേറെ നമ്മുടെ ജിമ്മി ചാനയുടെ കൂടി ഒരു ഇതുണ്ടാക്കിയപ്പോഴാണ് ഞാൻ തമ്മിൽ തല്ല ചേട്ടാ അനിയന്മാരെ എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാതെ ഞാൻ ഇതിനെതിരെ റൂം ഇട്ടൊന്നുമില്ല. പിന്നെ നമുക്കെതിരെ ആക്രമിക്കുമ്പോ എന്റെ കയ്യിലുള്ള ആയുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ചീത്ത പറയും. ഇപ്പൊ അവിടെ ഇരുന്നിട്ട് പയ്യൻ അവിടെ ഇരുന്ന് ചീത്ത വിളിക്കുന്ന കേട്ടില്ല. എനിക്ക് അതുപോലെ പറയാൻ പറ്റില്ല. എന്റെ കയ്യിലുള്ള ആയുധം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പൊ അത് ഉപയോഗിച്ച് ഞാൻ എനിക്കുള്ള വെന്യൂസിൽ ഞാൻ അത് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. സോ ദേ ആർ നോട്ട് മൈ എനിമീസ്, ദേ ആർ മൈ ബ്രദേഴ്സ്. ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ പറഞ്ഞുണ്ട്, അവരൊക്കെ നമ്മുടെ സഹോദരന്മാര് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ പിന്നെ ഒരു കാര്യം, എല്ലാവരും ഈ ക്ലബ്ബ് ഒന്ന് ഫോളോ ചെയ്യുക. ഒരു പക്ഷേ നമ്മൾ ഈ വിഷയങ്ങൾ ഇനി ഈ ക്ലബിലായിരിക്കും ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നും ഇതുപോലെ കിട്ടിയെന്നല്ല. അപ്പൊ ധർമ്മദീപ്തി തന്നെ ക്ലബ്ബാണ്, നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല എന്ന് മാത്രം തൽക്കാലം ഓർപ്പിക്കുന്നു. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വിഷയങ്ങൾ നമുക്ക് എനിക്ക് ബുദ്ധിമുട്ടില്ല ചർച്ച ചെയ്യാൻ, പക്ഷെ നല്ല ചർച്ചകൾ വേണമെങ്കിൽ ഈ വിഷയങ്ങൾ ഒത്തിരി പഠിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷെ നമുക്ക് നിർത്താനാണെങ്കിൽ നിർത്താനും എനിക്ക് ബുദ്ധിമുട്ടില്ല. അത് വേണ്ടപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. മാത്യു, നമുക്കെന്നാ ക്ലോസ് ചെയ്താലോ? ജെയിംസ് അങ്കിൾ എന്താ പറയുന്നു? ക്രിസ്റ്റോളജി. താങ്ക് യു വെരി മച്ച്. പിന്നെ മ്യൂച്വലി സമയമുള്ളപ്പോൾ നമുക്ക് വേണ്ടി വന്നാൽ അതിനു മുമ്പേ സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം.